എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുതുവായ്പ IOC പ്ലാന്റ് നിർമ്മാണം നിർത്തിവെക്കാതെ സർക്കാരുമായി ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ സമരക്കാർ. മുഖ്യമന്ത്രിയുടെ അനുരഞ്ജന ചർച്ച ബഹിഷ്കരിക്കും. പോലീസ് നടപടിയിൽ ടി പി സെൻകുമാർ വിശദീകരണം തേടി. ജനകീയ സമരങ്ങളെ അടിച്ചമർത്തുന്നത് സർക്കാർ നയമല്ലെന്ന് ജെ മേഴ്സിക്കുട്ടിയമ്മ. സമരക്കാർക്ക് തീവ്രവാദ ബന്ധമെന്ന് എറണാകുളം റൂറൽ SP. രാംനാഥ് കോവിന്ദ് NDAയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥി. കോവിന്ദ് BJPയുടെ ദളിത് മുഖം. പിന്തുണ അറിയിച്ച് YSR കോൺഗ്രസും TRSും. സ്ഥാനാർത്ഥിയെ നിർത്താൻ കോൺഗ്രസും ഒപ്പമുള്ളവരും. നരേന്ദ്രമോദി സോണിയാഗാന്ധിയുടെ പിന്തുണ തേടി. പുതിയ പദവിയിൽ സ്ഥാനമേറ്റ് ജേക്കബ് തോമസ്. IMG ഡയറക്ടറായി ചുമതലയേറ്റു. വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പിന്നീട് വിശദീകരണമെന്ന് ജേക്കബ് തോമസ്. കാര്യവും കാരണവും കുറച്ച് കഴിയുമ്പോൾ പറയും. ആരാണ് ആദ്യം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. കാര്യവും കാരണവും തീർച്ചയായിട്ടും പറയും. കൊച്ചി മെട്രോയുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സർവീസ് തുടങ്ങി. ആദ്യ ദിനത്തിൽ യാത്രക്കാരുടെ വൻ തിരക്ക്. സർവീസ് നടത്തുന്നത് രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ. 10 മിനിറ്റ് ഇടവിട്ട് ഒരു ദിവസം 219 സർവീസ്. സംസ്ഥാനത്ത് പകർച്ചപ്പനി പടരുന്നു. ഇന്ന് പനി ബാധിച്ച് 7 മരണം. 711 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തു. പുതുവായ്പിലെ പ്ലാന്റ് അടച്ചുപൂട്ടാതെ ചർച്ച നടക്കില്ലെന്ന് സമരക്കാർ. ഇതോടെ സമരം ഒത്തുതീർപ്പാക്കാനുള്ള സാധ്യത മങ്ങി. അതേസമയം ചർച്ചയെ സംബന്ധിച്ച് MLA പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂവെന്നും ഔദ്യോഗിക അറിയിപ്പുകളൊന്നും കിട്ടിയിട്ടില്ലെന്നും സമരക്കാർ പറഞ്ഞു. നാട്ടുകാരുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ വായ്പിനിൽ പൂർണ്ണമായിരുന്നു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ LPG പ്ലാന്റ് അടച്ചുപൂട്ടാതെ സർക്കാരുമായി ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് പുതുവൈപ്പിൻ സമരസമിതി. 2 ദിവസത്തേക്ക് താൽക്കാലികമായി പ്ലാന്റ് നിർമ്മാണം നിർത്തിവെക്കുകയല്ല വേണ്ടത്. പകരം പുതുവൈപ്പിനിൽ പ്ലാന്റ് നിർമ്മിക്കാനുള്ള ശ്രമം സർക്കാർ ഉപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടതെന്നും സമരസമിതി നേതാവ് മുരളി പറഞ്ഞു. ഇന്നലെ MLA വിളിച്ചു പറഞ്ഞ അറിവ് മാത്രമേ എനിക്കുള്ളൂ. രേഖാപരമായിട്ട് അങ്ങനെ ഒരു ചർച്ചയുള്ളത് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ചർച്ചയ്ക്ക് വില്ലേജ് ഓഫീസർ കൊണ്ട് അതിൻ്റെ കത്ത് നൽകിയിരുന്നു. കത്തില്ലാതെ നിയമസഭാ കവാടത്തിലേക്ക് ഞങ്ങൾക്ക് കടക്കാൻ പറ്റില്ല. എല്ലാം കഴിഞ്ഞ അവസാനം പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷ നിങ്ങളുടെ കൈകളിൽ മാത്രം. ഒരു കുടുംബനാഥൻ ഭാര്യയെയും 2 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പടവും അടിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഞങ്ങളുടെയും കുടുംബത്തിൻ്റെ രക്ഷ ഞങ്ങൾ ഉറപ്പാക്കണമെങ്കിൽ ഈ സാധനം ഞങ്ങൾ എന്ത് വില കൊടുത്തും ചെറുത്തിരിക്കും. പുതുവൈപ്പിനിൽ IOC പ്ലാന്റിനെതിരായ സമരം നാട്ടുകാർ ഇപ്പോഴും തുടരുകയാണ്. BJP അടക്കമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്ലാന്റിലേക്ക് പ്രകടനവും നടത്തി. വൈപ്പിനിൽ കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമാണ്. മുൻകരുതൽ എന്നവണ്ണം ഹർത്താൽ അനുകൂലികളായ നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനിടയിൽ കസ്റ്റഡിയിലുള്ള സ്ത്രീകളടക്കമുള്ളവരോട് പോലീസ് മോശമായി പെരുമാറിയതായും ആക്ഷേപമുണ്ട്. സാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ ഫിഷറീസ് മന്ത്രി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, CPIM നേതാവ് ശ്രീ M അനിൽകുമാർ, കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, MP ജയഘോഷ്, സമരസമിതിയുടെ നേതാവ്, ഒപ്പം മറ്റുള്ളവരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ശ്രീ അനിൽകുമാർ, ഇനിയിപ്പോൾ പോലീസ് ഇത് തീവ്രവാദികളുടെ സമരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവിടെ ഒരു സമരം നടക്കുകയാണ്. അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ചർച്ച ചെയ്യുന്നതിന് മുൻപ് സമരക്കാരെ തീവ്രവാദികൾ എന്ന് ആക്ഷേപിക്കുന്നത് അങ്ങനെ ചാപ്പ കുത്തി ഈ സമരത്തെ ഇല്ലാതാക്കാനല്ലേ? അതാണോ ഈ സർക്കാരിൻ്റെ നയം? ഇല്ല, സർക്കാരിൻ്റെ നയം എന്ന് ഇതിനെ പറയാൻ കഴിയില്ല. പോലീസിന് ലഭിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് അവർക്കുള്ള ചില ആശങ്കകളാണ് അവരിപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന സമീപനത്തിൽ നിന്നും ഒരു മാറ്റവും പാർട്ടി ഇക്കാര്യത്തിൽ CPIMൻ്റെ ജില്ലാ കമ്മിറ്റി എടുത്തിട്ടില്ല. ഞങ്ങളിപ്പോഴും ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം, ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് തന്നെ ഈ നിർമ്മാണം നടത്താൻ പാടുള്ളൂ. 2, ഇത് സ്വാഭാവികമായും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ CPIMൻ്റെ ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ അവിടുത്തെ MLA സഹവ് ശർമ്മ, മറ്റ് ഒരുപാട് ഇവരെ ഉൾപ്പെടെയുള്ള ഒരുപാട് ജനപ്രതിനിധികളും നേതാക്കന്മാരും എല്ലാം ഇടപെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ ചർച്ച വളരെ ക്രിയേറ്റീവായി ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ ഉതകും വിധത്തിലുള്ള ഒരു ചർച്ചയായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതിന് മുൻപ് ശ്രീ ജയഘോഷ്, മുഖ്യമന്ത്രിയാണ് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് MLA നിങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ. ചർച്ചയിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് സമരസമിതിക്കുണ്ടോ? ഇല്ല, ചർച്ചയ്ക്ക് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിക്കണമെന്നാണ് സമരസമിതി ആവശ്യപ്പെട്ടത്. അതായത് ഒരു മന്ത്രിയുടെ ഉറപ്പിന് പോലും ഒരു വിലയില്ലാത്തൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും രേഖാമൂലമുള്ള ഒരു ക്ഷണമില്ലാതെ നമുക്ക് ചർച്ചയ്ക്കായി പോകാൻ കഴിയില്ല. മറ്റന്നാൾ തിരുവനന്തപുരത്ത് പോകുന്നില്ല. രേഖാമൂലമായിട്ടുള്ളൊരു ക്ഷണം കിട്ടിയാൽ പോകും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കണം, ഇത് സംബന്ധിച്ചൊരു ക്ഷണം വരണം എന്നുള്ളതാണോ നിങ്ങളുടെ ആവശ്യം? രേഖാമൂലം. ഇവിടെയുള്ള ജനപ്രതിനിധികൾ, നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തെ MLA, ഒപ്പം
ഭരണകൂടത്തിൻ്റെ പ്രതിനിധികൾ നിങ്ങളുമായി ചർച്ചയ്ക്ക് ഒരുക്കമാണ് മുഖ്യമന്ത്രി എന്ന് അറിയിച്ചിട്ട് അതെന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? അവിടെ ചെന്നാൽ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി സന്നദ്ധനാകില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? അതുകൊണ്ടല്ല, കഴിഞ്ഞ മെയ് 11 മുഖ്യമന്ത്രിയുമായിട്ട് ഒരു ചർച്ച നടത്തിയതാണ്. ആ ചർച്ചയുടെ അവസാനം CRZ നിയമങ്ങൾ പാലിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം കമ്പനി ഉദ്യോഗസ്ഥന്മാരോട് പറയുകയും പണി തുടങ്ങാൻ ആരംഭിക്കുകയും അദ്ദേഹം നേരിട്ട് നിർദ്ദേശിക്കുകയാണ്. DGP സെൻകുമാറിനെ അവരെ ആ ചർച്ചയിൽ പങ്കെടുപ്പിച്ചിരുന്നു. അത്തരൊരു സാഹചര്യത്തിൽ പിന്നീട് പണി തുടങ്ങിയതിന് പോലീസ് ആയിട്ടുള്ള സംഘർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ ഒരു ഉറപ്പിനെ തുടർന്ന് പണി നിർത്തിവെക്കുമെന്നുള്ള അതിനെ തുടർന്ന് അന്ന് സമരം ഉറപ്പൊന്നും നൽകിയിട്ടില്ലായിരുന്നു എന്നാണ് മന്ത്രി ഇന്നലെ പറഞ്ഞത്. പണി നിർത്തിവെക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, അത് പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിനപ്പുറത്ത് സമരസമിതിക്ക് ഒരു ഉറപ്പൊന്നും നൽകിയിട്ടില്ലെന്ന് മന്ത്രി ഇന്നലെ ഇതേ പരിപാടിയുടെ ചർച്ചയിൽ ഇത്തരം തർക്കങ്ങൾ ഒഴിവാക്കാനാണ് ഞങ്ങൾ രേഖാമൂലം ഇത്തരം ക്ഷണം ആവശ്യപ്പെടുന്നത്. ശരി, എന്നിട്ടേ ചർച്ചയ്ക്ക് പോകുള്ളൂ. ശ്രീ അനിൽകുമാർ, ഇതാണ് അവസ്ഥ. നിങ്ങളുടെ സർക്കാർ ഇവിടെ ഒരു സമരം നടക്കുകയാണല്ലോ, അതിനെ 3 തവണ ലാത്തിചാർജ് ചെയ്യാൻ, പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം മർദ്ദിക്കാൻ സമയമുണ്ടായിരുന്നു. സമരക്കാർക്ക് പറയാനുള്ളത് കേൾക്കുക എന്നുള്ള പ്രാഥമികമായ കാര്യം ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് നടപ്പാകാൻ ഇനിയും വൈകുന്നത്? അവരെ ഒന്ന് ചർച്ചയ്ക്ക് ക്ഷണിക്കാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അഭിലാഷ, ഈ പറയുന്നതിൽ എന്തെങ്കിലും സാങ്കത്യമുണ്ടോ? നമ്മൾ പോലീസിൻ്റെ ആക്ഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞു, പോലീസ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ ഉത്തരവാദിത്വത്തോടെ ഗൗരവമായി പരിശോധിക്കണം എന്ന് CPMൻ്റെ ജില്ലാ കമ്മിറ്റി തന്നെ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. നിങ്ങൾ ചർച്ചയെക്കുറിച്ച് പറഞ്ഞു, നമ്മളൊന്ന് ആലോചിക്കണം. സഖാവ് ശർമ്മ ഇത് സബ്മിഷനായി നിയമസഭയിൽ ഉന്നയിച്ചു. മുഖ്യമന്ത്രി തന്നെയാണ് വ്യവസായ വകുപ്പ് മന്ത്രിയോട് ഇക്കാര്യം ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ടതും വ്യവസായ വകുപ്പ് മന്ത്രി ചർച്ച ചെയ്യുകയും ചെയ്തത്. എറണാകുളം ജില്ലാ കളക്ടർ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ യോഗം അടക്കം വിളിച്ചുകൂട്ടി ചർച്ച ചെയ്തു. അവസാനം മുഖ്യമന്ത്രി തന്നെ വീണ്ടും ചർച്ച ചെയ്തു. ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ എൻ്റെ അടുത്ത് ഇരിക്കുകയാണല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ യഥാർത്ഥത്തിൽ ഈ അടുത്ത ദിവസം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞത് എല്ലാവരും ബന്ധപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം തയ്യാറായത്. ഒരിക്കലും ഇടങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയത്തിൽ അവർക്ക് ആശങ്കയുണ്ട്. ആ നാട്ടിലെ ആശങ്കകൾ പരിഹരിക്കുക എന്നുള്ളത് പ്രാഥമികമായ ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് ആ ആശങ്ക ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല. ആ ആശങ്ക പരിഹരിക്കാതെ, അവിടുത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ? മുഖ്യമന്ത്രി എറണാകുളത്തുണ്ടായിരുന്നല്ലോ മിനിയാന്ന്. അതിന് തലേദിവസമാണ് ലാത്തിചാർജ് എറണാകുളം നഗരത്തിലുണ്ടായത്. അതിന് 2 ദിവസം മുൻപാണ് പുതുവൈപ്പിൽ ലാത്തിചാർജ് ഉണ്ടായത്. 2 ലാത്തിചാർജ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി എറണാകുളത്തുണ്ടായിരുന്നല്ലോ. എന്നാൽ സമരക്കാരുമായി സംസാരിക്കാമെന്ന് തീരുമാനിച്ചില്ലല്ലോ. അഭിലാഷ് ആ ഒരു സ്ഥിതിയിലേക്ക് വന്ന് ചോദിക്കരുത്. കാരണം പിറ്റേ ദിവസം മുഖ്യമന്ത്രി ഇവിടെ വന്നതിന് ശേഷം താങ്കൾക്ക് തന്നെ അറിയാം, മെട്രോവിൻ്റെ ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കും രാവിലെ വന്ന് ആ സമയത്ത് അദ്ദേഹത്തോട് സംസാരിച്ച എല്ലാവരുമായി ചർച്ച നടത്തിയിട്ടാണ് അദ്ദേഹം പറയുന്നത്, ശരി നമുക്ക് അവരെ ചർച്ചയ്ക്ക് വിളിക്കാം, തിരുവനന്തപുരത്ത് ഇന്ന ദിവസം അത് ഇന്ന ദിവസം നടത്തണമെന്ന് നമ്മൾ പറയാമോ? 2, അഭിലാഷ് തന്നെ നിങ്ങളുടെ തന്നെ ഇതിനു മുമ്പുള്ള വാർത്തകൾ നോക്ക്. ആദ്യം എന്തായിരുന്നു ആവശ്യം? ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഒരു കാരണവശാലും ഈ പണി നിർത്തിവെക്കാതെ ഞങ്ങൾ സമരത്തിനില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ TV കണ്ട കാര്യങ്ങളാണ് പറയണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശരി പണി നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് പോകാത്തത്? ഞാൻ നേരിട്ട് ആ ബൈറ്റുകൾ കണ്ടു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി ഇവിടെ വരട്ടെ, മുഖ്യമന്ത്രി ഇവിടെ വന്നിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് അവരുടെ നിലപാടെന്താ? ഞാൻ എന്നെ സ്വാഗതം ചെയ്യുകയാണ്. എന്താ നിലപാട്? ഞങ്ങൾ വേണമെങ്കിൽ മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഒരു മിനിറ്റ് അഭിലാഷ്, ഞാൻ അവരുടെ വികാരങ്ങളെല്ലാം മാനിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു ജനകീയ സമരത്തിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രതികരണങ്ങളെല്ലാം നമ്മൾ വളരെ പക്വതയോടുകൂടി ആലോചിച്ചുറപ്പിച്ച് പറയണമെന്നല്ല. പക്ഷേ ഞാൻ വളരെ ക്ലിയറായി അഭിലാഷിനോട് പറയുന്നൊരു കാര്യം, എല്ലാവർക്കും താങ്കൾക്ക് ഉൾപ്പെടെ അറിയുന്നൊരു കാര്യം, ഒരു കാരണവശാലും ചർച്ച എന്നതിനെ ഒരു ഘട്ടത്തിലും മുഖ്യമന്ത്രിയോ ഗവൺമെന്റോ അല്ലെങ്കിൽ CPIMോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരുമോ ആ വാതിൽ ഒരിക്കലും അടച്ചിട്ടില്ല. റൈറ്റ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇപ്പോൾ സമരം നടത്തുന്ന ആളുകളോട് ഔദ്യോഗികമായി ചർച്ചയ്ക്ക് ചെല്ലാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്തിടത്തോളം കാലം അവർ ചർച്ചയ്ക്ക് പോകണോ? ഇവിടെ ഒരു ചർച്ച നടക്കാത്തത്, ഈ സമരം അവസാനിക്കാത്തത് സമരക്കാരുടെ കുഴപ്പം കൊണ്ടാണോ എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഈ സമരത്തിൽ ഇടപെടുന്ന അവിടെ ഒരു ഷെഡ് പൊളിച്ച് അവരെല്ലാം കൊണ്ട് എയർ ക്യാമ്പിലെത്തി. അന്നാണ് ഞാനും ഹൈബിയോടെ ചിലപ്പോൾ ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല, ഏകപക്ഷീയമായിട്ട് ഞങ്ങളുടെ ഷെഡ് പൊളിച്ച് കളഞ്ഞു, ഞങ്ങളുടെ സ്ത്രീകളെ അറസ്റ്റ് ചെയ്തു, ഞങ്ങളവരെല്ലാം കണ്ടിട്ട് പോന്നു. അന്ന് ലാത്തിച്ചാർജ് നടന്നു. വീണ്ടും ഇഷ്യൂ വഷളായി, വീണ്ടും ഒരു ലാത്തിച്ചാർജ് നടന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുഖ്യമന്ത്രിയുടെ ആവശ്യപ്രകാരം മേഴ്സിക്കുട്ടിയമ്മ ഇവരെ കണ്ടെന്നും പുറത്തു വന്ന ന്യൂസ് നിർമ്മാണം നിർത്തിവയ്ക്കുമെന്നും ജൂലൈയിൽ
ഇവിടെ ഗ്രീൻ ട്രൈബ്യൂണലിൽ കേസുണ്ട്. ആ കേസിൻ്റെ വിധി വരുന്നവരേക്കും ഇവരാവശ്യപ്പെട്ടു ഗവൺമെൻറ് ആലോചിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ വീണ്ടും നടന്നത് ഇന്നലെ വീണ്ടും ലാത്തിച്ചാർജാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടപെടുന്നത് ഈ ഒരു വളരെ ഒരു മർക്കട മുഷ്ടിയോടുകൂടി ഒരു അയൺ ഹാൻഡ് കൊണ്ട് സമരക്കാരെ നേരിടുന്നു എന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ ഇടപെടുന്നത്. അപ്പം ഞങ്ങളിപ്പോഴും ഞങ്ങൾ പറയുന്നത് ചർച്ചയ്ക്ക് പോകണം, ഗവൺമെൻറ് വിളിക്കണം. അതിപ്പോൾ കളക്ടർക്ക് വിളിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ CM-ൻ്റെ അവിടെ നിന്ന് കളക്ടർ വിളിച്ച സാർ അവിടെ നിന്ന് വരാറുള്ളത്, കളക്ടർ തന്നെ ബന്ധപ്പെട്ട് ഇവരെ വിളിക്കണം, ഇവർ ചർച്ച ചെയ്യണം, ഇവരുടെ ആശങ്ക അറിയിക്കണം. ഞങ്ങളിപ്പോഴും സന്നദ്ധമാണ്. ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, ആ ആശങ്ക പരിഹരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് ഞങ്ങൾ രാഷ്ട്രീയം കളിക്കുന്നില്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയത്തിനകത്ത് പറയാനുമില്ല. ശരി, ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം. എങ്ങനെ പരിഹരിക്കും? പി രാജു, CPI ജില്ലാ സെക്രട്ടറി ടെലിഫോണിൽ. പി രാജു, 3 തവണ ലാത്തി ചാർജ് ഉണ്ടായി. അവിടെ സമരം നടക്കുന്നവരെ കേൾക്കാനല്ല, മറിച്ച് അവരെ അടിച്ചോടിക്കാനാണ് ശ്രമിച്ചത്. അത് കഴിഞ്ഞിട്ടും ചർച്ച സംബന്ധിച്ച കൃത്യമായ തീരുമാനമെടുത്ത് സമരക്കാരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. അതിനു പകരം സമരം ചെയ്യുന്നവർ തീവ്രവാദികളാണെന്ന് ആക്ഷേപിക്കുന്നു. നിങ്ങളാണല്ലോ കേരളം ഭരിക്കുന്നത്, നിങ്ങളുടെ ഭരണകൂടമാണല്ലോ കേരളം ഭരിക്കുന്നത്. ഇത് നിങ്ങളുടെ കൂടി അനുഗ്രഹാശിസുകളോടെ നടക്കുന്നതാണോ? ഈ തീവ്രവാദികളാണെന്നുള്ളതിനോ ഞാൻ പിന്നെ പറയാം. ഈ ചർച്ചയ്ക്ക് ഒരു സമരവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ലാത്തിച്ചാർജ് ഉണ്ടായി, ആളുകൾ ഇടപെട്ടു, മുഖ്യമന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് പോകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനകത്ത് എന്തെങ്കിലും സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ച് ആ ചർച്ചയ്ക്ക് പോയി ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയും. അതുകൊണ്ട് സമരസമിതിയും, ഞാൻ മനസ്സിലാക്കുന്നത് സമരസമിതിക്കാരെ വിളിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ട ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ കൂടി വിളിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട്. അപ്പോ ഇത് മാത്രം വിഷയം. പിന്നെ തീവ്രവാദികൾ എന്ന് പറയുന്നത് ഒരു ജനകീയ സമരം, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന പോലീസിന്റെ സമീപനമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ ഈ സമരം തുടങ്ങിയിട്ട് 1989 തുടങ്ങിയ സമരമാണ്. കഴിഞ്ഞ 128 ദിവസമായി നിരന്തരമായ സമരമാണ്. ആ സമരത്തിൽ അവിടെ വിജിലൻസ് ഉണ്ട്, പോലീസ് ഉണ്ട്. അന്നൊന്നും ഒരു വാക്ക് പോലും പോലീസിന്റെ ഭാഗത്ത് വരാതെ സമരത്തെ നിഷ്ഠൂരമായി അടിച്ചമർത്തുന്നു എന്ന് നാനാ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടായപ്പോ പോലീസ് പറയുന്നു തീവ്രവാദ പ്രവർത്തകരുണ്ട്. അതിൽ വ്യക്തമാക്കേണ്ടത് പോലീസാണ്. വേഗമായി പറഞ്ഞാൽ പോരാ, തീവ്രവാദികൾ. അല്ല, അപ്പോ പി രാജു, ആരാണ് ഇവിടുത്തെ പോലീസിനെ നിയന്ത്രിക്കുന്നത്? ആരാണ് ഇവിടുത്തെ പോലീസിനെ നയിക്കുന്നത്? പോലീസുകാർക്ക് അങ്ങനെ അവർക്ക് തോന്നുന്നത് മാതിരി പറയാനും പ്രവർത്തിക്കാനും കഴിയുന്ന സംസ്ഥാനമാണോ കേരളം? അതെ, അത് ഗവൺമെന്റ് പരിശോധിക്കണത്. ഇത് പറഞ്ഞത് തെറ്റാണെങ്കിൽ, തീവ്രവാദികളാണെങ്കിൽ ഈ സമരത്തിന് പിന്നിലുണ്ടെങ്കിൽ UAPA ആക്ട് അനുസരിച്ച് കേസെടുക്കണം, അല്ലെങ്കിൽ ആരാണെന്ന് വ്യക്തമാക്കണം. ഇപ്പോ ഈ സമരത്തിൽ CPI ഉണ്ട്, CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, 2 മുൻ മുഖ്യമന്ത്രിമാർ പങ്കെടുത്തിട്ടുണ്ട്, സ്ഥലം MLA പങ്കെടുത്തിട്ടുണ്ട്. അവരാരെങ്കിലും തീവ്രവാദ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് അത് പരസ്യമായി പറയണം. ഈ സമരത്തെ അട്ടിമറിക്കാൻ, ജനകീയ പ്രക്ഷോഭണത്തെ വേറെ തിരിച്ചുകൊണ്ടുപോകാൻ തീവ്രവാദ പ്രസ്ഥാനത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ പോലീസ് പറയാതെ ഇത് മൂടി വെച്ചുകൊണ്ട് സമരത്തിൽ പങ്കെടുക്കുന്നവരെ അടിച്ചമർത്തുന്നതിന് ന്യായീകരണം കാണാൻ തീവ്രവാദം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരി, വ്യക്തമാണ്. ദയവായി അങ്ങ് ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ ജയഘോഷ്, ഈ സമരത്തിന് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണ്, മുന്നിൽ നിർത്തുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് റൂറൽ SP ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ സമരത്തിൽ പുറത്തു നിന്നുള്ള ആളുകളുണ്ടോ? ഇത് പുതുവൈപ്പ് നിവാസികൾ നടത്തുന്ന ഒരു സമരമാണ്. അതായത് 2009 ആരംഭിച്ചൊരു സമരമാണിത്. ഇത് ഇപ്പോൾ പെട്ടെന്ന് തുടങ്ങിയൊരു സമരമല്ല. 2009 മുതൽ നിരവധി സമരങ്ങൾ നടത്തുകയും അത് പോലീസ് സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത ഈ ആരോപണം വരുന്നത് ഇപ്പോൾ മാത്രമാണ്. അത് ആ ആരോപണം ഉന്നയിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം ഇത് ഒരു സ്പെഷ്യലിസ്റ്റാണ്. പരിസ്ഥിതി സമരങ്ങൾക്കെതിരെ എരയാങ്കുടിയിൽ ജയശ്രീ ടീച്ചർ നേതൃത്വം നൽകിയ ഒരു വയൽ നികത്തൽ സമരത്തിനെതിരെ അതിന് ഈ തീവ്രവാദ ബന്ധം ആരോപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ പൂയംകുട്ടി സമരത്തിൻ്റെ സമയത്ത്, രണ്ടാമത് പൂയംകുട്ടി പദ്ധതി എടുക്കുന്ന സമയത്ത് ഒക്കെ ഈ തീവ്രവാദ ബന്ധം ആരോപിച്ച ഒരു ഉദ്യോഗസ്ഥനാണിത്. അദ്ദേഹത്തിൻ്റെ ഒരു മാസ്റ്റർ പീസ്
പ്രയോഗമാണ് ഈ തീവ്രവാദം. അല്ല, അതൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മാത്രം കാഴ്ചപ്പാടായിരിക്കുമോ? ഇപ്പോൾ ഈ സമരം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും സർക്കാരിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്താണെന്നുള്ള ഒരു മുൻധാരണ നിങ്ങളെ സംബന്ധിച്ചുണ്ടാകുമല്ലോ. ഈ പ്രക്ഷോഭത്തെ, ഈ ജനങ്ങളുടെ സമരത്തെ തമസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നീക്കമെന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ട്? കഴിഞ്ഞ ചർച്ചയുടെ അവസാനം ഉണ്ടായ കാര്യം ഞാൻ പറഞ്ഞു. അതായത് ഈ കേരളത്തിലെ CRSD നിയമങ്ങൾ പാലിക്കേണ്ടത് കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ്. അതിൻ്റെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. പോലീസ് വകുപ്പും കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. തൻ്റെ ഒരു വകുപ്പിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടതെന്ന് പരസ്യമായിട്ട് പറയുകയും അങ്ങനെ നിയമം ലംഘിച്ച് പണിതോളാൻ IOC ഉദ്യോഗസ്ഥന്മാർക്ക് അനുവാദം കൊടുക്കുകയാണ് കഴിഞ്ഞ 11-ാം തീയതിയുള്ള ചർച്ചയുടെ അവസാനമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുൻവിധിയോടുകൂടി സമീപിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയിട്ടുണ്ട്. കേരളത്തിലെ ജനസമൂഹത്തിൻ്റെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെയൊക്കെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതുകൊണ്ട് ഇതിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നിലപാടിൽ മാറ്റമുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ അനിൽകുമാർ, മുൻവിധിക്ക് കാരണങ്ങളേറെയുണ്ട്. കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന വേദിയിൽ തന്നെ മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പുനരധിവാസവും നഷ്ടപരിഹാരവും ഒക്കെ നൽകിയതിന് ശേഷവും എതിർപ്പ് തുടർന്നാൽ ആ എതിർപ്പിനെ വകവയ്ക്കില്ല, എതിർപ്പിൻ്റെ പേരിൽ ഒരു പദ്ധതിയും മുടങ്ങില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പോലീസ് നടപ്പാക്കിയതായിരിക്കും പിറ്റേന്ന്. അപ്പോൾ മുൻവിധിയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് കണ്ടുകൂടെ? പോലീസിനെ ഇത്ര മൃഗീയമായ രീതിയിൽ ഫോഴ്സ് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യമുണ്ടാകുമല്ലോ. അഭിലാഷേ, ഞാൻ പറഞ്ഞത് അഭിലാഷ് ഈ ചർച്ചയിൽ ഒരു മുൻവിധിയോടുകൂടിയ സമീപനം സ്വീകരിക്കരുത്. ഞാൻ ഒരു അഭ്യർത്ഥനയാണ്. കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്താ പറഞ്ഞതെന്ന് അങ്ങ് സൂചിപ്പിക്കുന്നത് വികസന പദ്ധതികളെ സംബന്ധിച്ച് പറഞ്ഞു. ഞാനീ പറഞ്ഞ മെട്രോൻ്റെ പ്രസംഗം മുഴുവൻ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ നേരിട്ട് കേട്ടൊരു പ്രസംഗം ഞാൻ പറയാം. വൈറ്റിലയിൽ അദ്ദേഹം പ്രസംഗിച്ചു. മന്ത്രിസഭയുടെ 1ാമത്തെ വാർഷികത്തിന് അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പ്രസംഗിച്ച വാചകം എന്താണെന്നറിയൂ? കേരളത്തിലെ വികസന പദ്ധതികൾ നടക്കണം, ദേശീയപാത വികസനം ഉണ്ടാകണം, ഞങ്ങൾ വരുമ്പോൾ ദേശീയപാത വികസിപ്പിക്കണം, ദേശീയപാതയ്ക്ക് വേണ്ടി സ്ഥലം എടുക്കണമെന്ന് പറയുമ്പോൾ സ്ഥലം വിട്ടുകൊടുക്കുന്ന ആളുകളുടെ വികാരമുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പറയാം അവരുടെ എല്ലാം സ്ഥലം അവർ ഒഴിഞ്ഞു പോയിക്കൊള്ളണമെന്ന് പറയാം. പക്ഷേ സ്ഥലം നഷ്ടപ്പെടുന്നവൻ്റെ വികാരം അവനെ മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായൊരു വികസന പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നഷ്ടമുണ്ടാകുന്ന ആളുകളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. എതിർപ്പുണ്ട് എന്ന് കരുതി അത് പരിഹരിക്കാതെ ആ വികസന പദ്ധതി നഷ്ടപ്പെടുത്തുന്ന ഒരു സമീപനം ഒരിക്കലും സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലം പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അങ്ങനെ ഇടപെട്ടതിൻ്റെ ഭാഗം നമുക്ക് കേരളത്തിന് ഗുണമുണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യത്തോടു കൂടി ഞാൻ പ്രതികരിച്ചോട്ടെ. അതായത് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു പ്രത്യേക നിലപാട്, ഗവൺമെൻറ്റിന് അങ്ങനെ തെറ്റായ ഒരു നിലപാടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തുകൊണ്ടാണ് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഈ കാര്യത്തിൽ ഇങ്ങനെ ഇടപെട്ടത്? സഹു ശർമ്മയെ പോലൊരാൾ ആ സമരവുമായി ബന്ധപ്പെട്ട് എപ്പോഴൊക്കെ പോലീസ് ഈ പറഞ്ഞ 2 സന്ദർഭങ്ങളിലും അവിടെ ചെല്ലുകയും ആശുപത്രിയിൽ ചെല്ലുകയും എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഇടപെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി എന്തുകൊണ്ടാണ് ചർച്ച വേണമെന്നൊരു പ്രസ്താവന നടത്തുന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കണ്ട് ചർച്ചയ്ക്ക് വേണ്ടി ഇടപെട്ടത്? എന്തുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ ഞാൻ പൂർത്തീകരിച്ചോട്ടെ. ഈ ജനവികാരവും പോലീസ് മർദ്ദനവും വരുന്നതിന് മുമ്പാണല്ലോ മുഖ്യമന്ത്രി വ്യവസായ വകുപ്പ് മന്ത്രിയോട് അവിടെ പോയി ചർച്ച ചെയ്യാൻ പറയുന്നത്, ജില്ലാ കളക്ടറോട് ചർച്ച ചെയ്യാൻ പറയുന്നത്, മുഖ്യമന്ത്രി തന്നെ ചർച്ച ചെയ്യുന്നത്. അഭിലാഷേ, ഇതിൽ ഒരുപാട് ഈ വളച്ചൊടിക്കലുണ്ടാവരുത്. കാരണം എന്താണെന്നറിയോ, ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഞാൻ ഇതിനു മുമ്പുണ്ടായിരുന്ന പല ചർച്ചകളിലും പറയുന്ന കാര്യങ്ങളല്ല പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഇതെല്ലാ TV ചാനലിലും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ? നമ്മുടെ സമരസമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുഖ്യമന്ത്രി അവസാനം പറഞ്ഞു ആരോട്? IOC-യുടെ അധികൃതരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിർമ്മാണം നടത്താം, പക്ഷേ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകാതെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇവർ അന്ന് ഈ തൊട്ട് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രി നിർമ്മാണം തുടരണമെന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഞങ്ങളെ വിശ്വാസത്തിലെടുക്കലല്ല എന്നാണ്. ഇപ്പോഴാണ് അദ്ദേഹം പറയുന്നത് കോസ്റ്റൽ സോണിൻ്റെ കാര്യം നോക്കേണ്ട എന്ന്. ഞാൻ ഒരു കാര്യം കൂടി, ഞാൻ ഇത്രയും കാര്യങ്ങൾ പോയിന്റുകൾ ഇതിൽ വന്നുകൊണ്ടാണ് പറയുന്നത്. ഇതിൽ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ കാര്യം എന്താ? യഥാർത്ഥത്തിൽ തീരദേശ പരിപാലന നിയമം അനുസരിച്ച് സോൺ 3-ൽ വന്നിട്ടുള്ളൊരു നിർമ്മാണ പ്രവർത്തനം, പ്രത്യേകിച്ച് ഇങ്ങനൊരു കാര്യത്തിനുള്ള നിർമ്മാണ പ്രവർത്തനം തീരദേശ പരിപാലന നിയമത്തിൽ എക്സംപ്റ്റഡ് ആണ് എന്ന് ആണ് IOC-യുടെ വാദം. IOC മറ്റൊരു ചാനൽ നടന്ന ചർച്ചയിൽ അസന്നിഗ്ധമായി പറഞ്ഞു, കേരള സർക്കാരിൻ്റെ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റിയാണ് പറഞ്ഞത് ഹൈടൈഡ് ലൈനിൽ നിന്നും ഇത്ര മീറ്റർ വലിച്ചു വെച്ചേ പണിയാൻ പാടുള്ളൂ എന്ന്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മുൻവിധി ഉണ്ടായിരുന്നെങ്കിൽ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി അങ്ങനെ ചെയ്യണ്ട എന്ന് പറയുകയല്ലല്ലോ ചെയ്ത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാര്യങ്ങളുടെ വസ്തുനിഷ്ഠമായ ഒരു പഠനം നടത്തുകയും
ഇവർക്കുണ്ടാകുന്ന ആശങ്കകൾ സ്വാഭാവികമല്ലേ, നമ്മുടെ നാട്ടിലെ ജനങ്ങളാണല്ലോ, ഇവർക്കുണ്ടാകുന്ന ആശങ്കകൾ ചർച്ചയിലൂടെ പരിഹരിക്കണം എന്ന ഞങ്ങളുടെ സമീപനത്തിന്, പൊതു സമീപനത്തിന് ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്നും വ്യത്യസ്തമായ സമീപനം. ശരി, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ ഹരീഷ് വാസുദേവൻ ടെലിഫോൺ. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇങ്ങനൊരു പദ്ധതി വരുമ്പോൾ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്ക എന്നുള്ളത് അങ്ങേയറ്റം സ്വാഭാവികമാണ്. അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഏത് സർക്കാരായാലും പദ്ധതി നടപ്പാക്കേണ്ടതും. ഇവിടെ ഇപ്പോൾ ഈ സമരത്തിന് ആധാരമായ വസ്തുതകളിൽ ആ പ്രദേശത്തെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന വിധത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു ആശങ്ക കുത്തിവെക്കുന്ന തരത്തിലാണോ കാര്യങ്ങൾ? അഭിലാഷ്, IOC പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയം അരമണിക്കൂർ ചർച്ചയിൽ എല്ലാ വിഷയവും കൊണ്ടുവരിക ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ പ്രശ്നത്തെ ഇപ്പോൾ കാണുന്നത് ഒരു കേസ് ഗ്രീൻ ട്രൈബ്യൂണലിന് മുമ്പാകെയുണ്ട്. അവരുന്നയിച്ച ഏറ്റവും മിനിമം ലളിതമായിട്ടുള്ള കാര്യം 200 മീറ്റർ വിട്ടുകൊണ്ട് മാത്രമേ നിർമ്മാണം നടത്താവൂ എന്ന കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റിയുടെ റെക്കമെൻഡേഷനും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ തീരുമാനവും നടപ്പാക്കണം എന്നുള്ളതാണ്. ഈ കാര്യം ആദ്യം തന്നെ NGT പരിഗണിക്കുകയും NGT അങ്ങനെ മാത്രമേ നിർമ്മാണം നടത്താവൂ എന്ന് പറയുകയും ആദ്യം സ്റ്റാറ്റസ് കോ, അതായത് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന അർത്ഥത്തിൽ ഒരു ഉത്തരവിടുകയും ചെയ്തു. അതിനുശേഷം IOCയുടെ കൂടി വാദം കേട്ടതിന് ശേഷം, പഞ്ചായത്ത് സെക്രട്ടറിയുടെ കൂടി വാദം കേട്ടതിന് ശേഷം അവിടെ 200 മീറ്റർ വിട്ടുകൊണ്ട് മാത്രം നിർമ്മാണം നടത്തണം എന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശങ്ങളോടുകൂടി മാത്രമേ അവിടെ നിർമ്മാണം നടത്താവൂ എന്ന ഉത്തരവിട്ടു. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ IOC സമരം നടത്തിക്കൊണ്ടിരുന്ന ആളുകളുടെ മുമ്പിൽ പിടിച്ചിരുന്ന ബാനർ ഗ്രീൻ ട്രൈബ്യൂണൽ ഉത്തരവ് നടപ്പാക്കണം എന്ന മിനിമം ഡിമാൻഡായിരുന്നു. ആ ഡിമാൻഡ് നടപ്പാക്കാൻ അവർ സമരത്തിന് ഇറങ്ങിയത് എപ്പോഴാണ്? അവരുടെ ശ്വാസകോശത്തിലേക്ക് പൊടിയടിച്ചു കയറുന്ന വിധത്തിൽ, അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ അവിടെ നിർമ്മാണം നടത്തുകയും, ഞാൻ അവിടെ പോകുമ്പോൾ അഭിലാഷ് അറിയണം, അത് ഈ പ്രേക്ഷകർ കൂടി അറിയണം, കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് അവരവിടെ വിളിച്ചപ്പോൾ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന നിലയ്ക്ക് ഞാൻ അവിടെ പോയി കണ്ടപ്പോൾ അവിടെ ഒരൊറ്റ രാഷ്ട്രീയക്കാരനും ഇല്ല. അവിടുത്തെ മുഴുവൻ സ്ത്രീകളും സമരത്തിലിറങ്ങാൻ ഉണ്ടായ കാരണം വാസ്തവത്തിൽ IOCയുടെ സാക്ഷ്യം നിറഞ്ഞ നിലപാടാണ്. അവിടെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത് NGTയുടെ ഉത്തരവിന് വിരുദ്ധമാണ്. ഇനി ഇതിന്റെ മറ്റ് വിഷയങ്ങളിലേക്ക് വന്നാൽ അവിടുത്തെ ആശങ്ക അത് അസ്ഥാനത്താണോ അല്ലയോ എന്നുള്ള കാര്യം ഇതുമായി ബന്ധപ്പെട്ട സേഫ്റ്റി വിഭാഗം പരിശോധിച്ച് അവർക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഗ്രീൻ ട്രൈബ്യൂണൽ മുമ്പാകെ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നത് 200 മീറ്ററിനകത്ത് നിർമ്മാണം നടത്തണമെങ്കിൽ എൻവയോൺമെന്റ് ക്ലിയറൻസിലെ സംഭവിച്ച തെറ്റ്, പിഴവ് അവർ തിരുത്തുകയും 200 മീറ്ററിനകത്ത് നിർമ്മാണം നടത്താമെങ്കിൽ, നിയമപ്രകാരം നടത്താമെങ്കിൽ അതിന് അനുമതി വാങ്ങിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ നടന്നതിന് ശേഷം തുടങ്ങേണ്ട ഒരു നിർമ്മാണം എന്തിനാണ് പോലീസിനെ വെച്ച് അടിച്ചമർത്തി ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായി നമുക്കൊക്കെ സംശയം ഉണ്ടാവും. ആ സംശയത്തിനാണ് വാസ്തവത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ മറുപടി പറയേണ്ടത്. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ യതീഷ് ചന്ദ്ര എന്ന DSPക്കെതിരായി നിലപാടെടുക്കാതെ, അദ്ദേഹത്തെ തള്ളിപ്പറയാതെ, ഈ നാട്ടുകാരെ പേപ്പട്ടിയെ പോലെ പൊതു റോഡിലിട്ട് അടിച്ച ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുകയും ക്രിമിനൽ കേസ് എടുക്കുകയും ചെയ്യാതെ ഈ വിഷയത്തിൽ ഒരു ചർച്ച സാധ്യമാകുന്നത് എങ്ങനെ എന്ന അത്ഭുതമാണ് എനിക്ക്. അതൊരു വാലിഡ് പോയിന്റ് ആണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, നിങ്ങൾ രാഷ്ട്രീയക്കാർ അവിടേക്ക് എത്തുന്നത് ഈ ദൃശ്യങ്ങൾ, ഇപ്പോൾ TV-യിൽ കാണിക്കുന്ന ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ട് ശക്തമായ ജനരോഷമുണ്ടായി. രാഷ്ട്രീയ കക്ഷികൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായപ്പോഴല്ലേ ആ നാട്ടുകാർ അവിടെ തനിച്ചായിരുന്നില്ലേ സമരം ചെയ്തത്? എന്തുകൊണ്ടാണ് നാട്ടുകാർ അങ്ങനെ തനിച്ച് സമരം ചെയ്തോട്ടെ എന്ന് രാഷ്ട്രീയ കക്ഷികളൊക്കെ തീരുമാനിച്ചത്? അത് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അവിടെ സമരം ചെയ്യുന്ന ഞങ്ങളുടെ ആൾക്കാരുണ്ടല്ലോ. അവിടെ ഞങ്ങളുടെ വാർഡ് പ്രസിഡന്റ് ലോക്കൽ കോൺഗ്രസ് സർക്കാരിൻ്റെ അകത്തുണ്ട്. അത് നാട്ടുകാർ അങ്ങനെ പറഞ്ഞ കാര്യം, അവർക്ക് രാഷ്ട്രീയമില്ലേ? ഞങ്ങളെ ബന്ധപ്പെടുന്നില്ല അവർ, അങ്ങനെ പറയരുത്. അതിൻ്റെ അകത്ത് അവിടുത്തെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ CRSയുടെ നിയമങ്ങൾ അത് പാലിക്കപ്പെടേണ്ടതാണ്. ഗ്രീൻ ട്രൈബ്യൂണലിലേക്ക് അതൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ. അതിൻ്റെ അകത്ത് നിയമാനുസൃതമായി പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിക്കുകയും അതോടൊപ്പം ജനങ്ങളുടെ ആശങ്കയുണ്ട്, അത് ദൂരീകരിക്കണം. അത് ഗവൺമെൻറ് ബാധ്യതയാണ്, IOCയുടെ ബാധ്യതയാണ്. ഞങ്ങളവിടെ എപ്പോഴും നിൽക്കുന്നത്. അല്ലാതെ ഞങ്ങളൊരിക്കലും അവരെ വിട്ടുകൊടുത്ത്, ഇപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ നേരത്തെ തന്നെ ലാലി വിൽസനോട് പ്രസംഗിച്ചിട്ടുണ്ട്. നേരത്തെ ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡൻ്റൊക്കെ അവരുടെ കൂടെ അവിടെ തന്നെ ഉള്ളവരാണ്. അപ്പോൾ അവിടെ വേറിട്ടൊന്നും കാര്യമില്ലല്ലോ. പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ് പ്രദേശത്തിരിക്കുമ്പോഴേക്കും ഞങ്ങൾ പോയി ഇടപെടുമ്പോഴേക്കും വരാൻ പോകുന്ന ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നുള്ള ആരോപണങ്ങൾ വരും. അതുമാത്രമല്ല, ഇതൊരു സബ്ജക്റ്റായിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ആശങ്കയുണ്ടല്ലോ. പിന്നെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അവിടെ ഇത് നിർമ്മാണം നടത്താമെന്ന് ശ്രീ ഹരീഷ് സാറിനോട് പറഞ്ഞല്ലോ. അപ്പം ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്, നിയമങ്ങൾ നോക്കട്ടെ, പരിപാലിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കണം. പക്ഷേ അവിടെ ഞങ്ങൾ ഇടപെടാൻ കാര്യം എന്താ? ഈ ദൃശ്യങ്ങളാണ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. വേറൊരു ദൃശ്യം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയും കുട്ടിയും നിൽക്കുന്നു, കുട്ടിയെടുത്ത് ഒരു പോലീസുകാർ ഓടി, ആ സ്ത്രീ പുറകെ ഓടുകയാണ്. പക്ഷേ അവരവിടെ അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും അത് ഗവൺമെൻറ് മനഃപൂർവ്വം ചെയ്താൽ ഞാൻ ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ പോലീസിൻ്റെ ആ രീതി, പക്ഷേ പോലീസിന് ചെയ്യാൻ എവിടെ നിന്ന് ശക്തി കിട്ടി?
അതാണ് അന്വേഷിക്കേണ്ടത് അനിൽകുമാർ. റൈറ്റ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ ജയഘോഷ്, ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡ് എന്താണ്? മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ടല്ലോ. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി പദ്ധതിയാകാമെന്നാണോ? അവിടെ അറിയാമല്ലോ ഇതിൻ്റെ ചരിത്രം. IOCയുടെ പ്ലാന്റ് പറ്റുകയേ ഇല്ല എന്ന നിലപാടുണ്ടോ? ഞങ്ങളിതിൽ ഉന്നയിക്കുന്ന 8 കൊല്ലമായിട്ട് ഉന്നയിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, IOCയുടെ ഈ സ്ഥാപനം അത് തെറ്റായ ലൊക്കേഷനിലാണെന്നുള്ളതാണ്. അതായത് 65,000-ഓളം ജനങ്ങൾ താമസിക്കുന്ന ഒരു പഞ്ചായത്താണ് എളങ്ങന്നൂർ പഞ്ചായത്ത്. അതിന് 11.5 സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തൃതി. ശരാശരി 5500-ലധികം പേര് താമസിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശമാണ് പുതുവൈപ്പ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഹസാഡസ് കെമിക്കലായിട്ടുള്ള LPG സ്റ്റോറേജ് വരാൻ പാടില്ല. അത് കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഇത്തരത്തിലുള്ളൊരു ഗൈഡ് ലൈൻ ഉണ്ട്. അത് പറയുന്നത് 3 ലക്ഷമെങ്കിലും ജനസംഖ്യയുള്ള ഒരു ഹ്യൂമൻ സെറ്റിൽമെൻറ്റിൻ്റെ വളർച്ചാ പരിധിയിൽ നിന്ന്, ഗ്രോത്ത് ബൗണ്ടറിയിൽ നിന്ന് 25 കിലോമീറ്ററെങ്കിലും അകലെയായിരിക്കണം ഇത്തരം ഹസാഡസ് കെമിക്കൽ എന്ന സ്ഥാപനങ്ങളെന്നാണ്. അപ്പോൾ ആ ഗൈഡ് ലൈനിൻ്റെ ലംഘനമാണ്. അതുപോലെ തന്നെ മറ്റെല്ലാ സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഏത് മെഷീനറിയും അതിന് തകരാറ് വരാം. നമ്മുടെ രാജ്യത്തെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെയും വനം പരിസ്ഥിതി മന്ത്രാലയം മുതൽ ഇങ്ങോട്ട് ദേശീയ ഹരിത ട്രിബ്യൂണൽ അടക്കം പരിശോധിച്ചിട്ട് ഇതിൽ ചില മാനദണ്ഡങ്ങൾ നിർദ്ദേശിച്ചു എന്നുള്ളതിനപ്പുറത്ത് അങ്ങനെ ഒരു പദ്ധതി വേണ്ട എന്നുള്ള നിലപാടിലല്ലോ. എല്ലാ ക്ലിയറൻസും നേടിക്കഴിഞ്ഞ് പോലീസ് സംരക്ഷണം വേണം എന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ച ശേഷം ഒരു സർക്കാരിനെ സംബന്ധിച്ച് എന്താണ് ചെയ്യാൻ കഴിയുക? ഇതിൽ പോലീസ് സംരക്ഷണത്തിനായിട്ട് ഈ കമ്പനി വെച്ചിരിക്കുന്ന രേഖകളിൽ ഒന്ന് ഈ NGT ഉത്തരവാണ്. ആ NGT ഉത്തരവിൽ കൃത്യമായിട്ടും പറയുന്നുണ്ട് എൻവയറമെൻറ്റ് ക്ലിയറൻസിലെ വ്യവസ്ഥകൾ, അതിൻ്റെ ഉള്ളടക്കം, കണ്ടൻസ് കൃത്യമായി പാലിക്കണമെന്ന്. അത് പാലിച്ചാൽ ആ സ്പോട്ടിൽ, അതായത് IOCക്ക് കൊച്ചിൻ പോർട്ടിൽ നിന്ന് ലീസിനെടുത്തിരിക്കുന്ന പ്രദേശത്ത് ആ പ്ലാന്റ് വെക്കാൻ പറ്റില്ല. കാരണം ആ 200 മീറ്റർ പരിധിക്ക് ഇപ്പുറം 1 ഇഞ്ച് സ്ഥലം IOCക്ക് അവിടെ ഇല്ല. യഥാർത്ഥത്തിൽ പുതുവൈപ്പ് അതിന് പറ്റിയ സ്ഥലമല്ല. തെറ്റായ വിവരങ്ങൾ ഫർണിഷ് ചെയ്തുകൊണ്ട് നേടിയെടുത്ത ഉത്തരവുകളാണ് ഇതെല്ലാം. ഇത് പുതുവൈപ്പിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഡൽഹിയിലിരുന്ന് ഇറക്കുന്ന ഉത്തരവുകൾ മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അതിന് ചോദ്യം ചെയ്യാനോ ആ കാലത്ത് കഴിഞ്ഞിരുന്നില്ല. ശരി, അതാണ്. ശ്രീ P. രാജു, വേലിയേറ്റ രേഖയിൽ നിന്ന് 200 മീറ്റർ അകലെ മാറി മാത്രമേ നിർമ്മാണ പ്രവർത്തനം നടത്താവൂ എന്ന നിബന്ധന പാലിച്ചാൽ IOCക്ക് അങ്ങനെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താനേ കഴിയില്ല എന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത് എന്നിവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെ വിവിധ തരത്തിലുള്ള നിയമങ്ങൾ ലംഘിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അവരെ സംബന്ധിച്ച് ക്ലിയറൻസ് ഉണ്ട് താനും. സർക്കാരിന് ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? നിയമം എല്ലാവർക്കും ബാധ്യതയുണ്ട് നടപ്പാക്കാൻ. ഒരു കോടതിയിൽ ഒരു ഉത്തരവ്, ഒരു രേഖ ഹാജരാക്കി രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കോടതി വിധിക്കുന്നത്. അതിൽ കൃത്രിമ രേഖ കാണിച്ചാൽ അത് തെളിവായി കോടതി സ്വീകരിക്കപ്പെടും. അപ്പോ ഇവിടെ യഥാർത്ഥ വസ്തുത കോടതി വിധി ഉണ്ടെങ്കിലും ഇങ്ങനൊരു ജനകീയ പ്രക്ഷോഭം നടക്കുമ്പോൾ ആ കോടതി വിധിയെ പെശകുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും കോടതിയെ ബോധ്യപ്പെടുത്താനും അതിനാണല്ലോ ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് ജനറലും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽമാരെയൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് ഇടപെടാലോ. ഇതിനകത്ത് ഈ ഇങ്ങനെ ഒരു സ്ഥാപനം വരുന്നത് പൊതുവെ നിയമലംഘനമാണ്. ഒരു മനുഷ്യർക്ക് വീട് വയ്ക്കാൻ അവിടെ സാധ്യമല്ല. പക്ഷേ മൾട്ടിനാഷണൽ കമ്പനികൾക്കും ഇതുപോലുള്ള വലിയ സ്ഥാപനങ്ങൾക്കും എന്ത് നിർമ്മാണ പ്രവർത്തനം നടത്താൻ അനുവദിക്കാമെന്ന് പറഞ്ഞാൽ നിയമം 2 തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. അതിന് നിയമത്തിന്റെ ഉള്ളിലെ ചില വകുപ്പുകളെടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയുടെ ഉത്തരവ് വാങ്ങി എന്ന് പറയുന്ന സമീപനത്തെ ഗവൺമെന്റാണ് ചോദ്യം ചെയ്യേണ്ടത്. ഇവിടെ മാത്രമല്ല, ഇവിടെ വസ്തുതയുണ്ട്. ഇവിടെ ഞങ്ങളുടെ പാർട്ടി CPI ഈ സമരത്തിൽ ആദ്യം മുതൽ തന്നെ സജീവമായ പങ്കാളികളാണ്. ഇവിടെ ഇപ്പൊ എന്റെ സുഹൃത്ത് ശ്രീ ഡൊമിനിക് പറഞ്ഞു ഞങ്ങളവിടെ ചെന്നിട്ടില്ല എന്ന്. അവർക്ക് ചെല്ലാൻ മാനസികമായ പ്രയാസം ഉണ്ടാവും. കാരണം ഇത് നടപ്പാക്കാനുള്ള പരിശ്രമത്തിൽ ഏറ്റവും സജീവമായി നിന്നത് ഇവിടുത്തെ അന്നത്തെ പാർലമെന്റ് മെമ്പറായിട്ടുള്ള ശ്രീ KV തോമസ് ആണ്. UPA ഗവൺമെന്റിന്റെ കാലത്താണ് നടപ്പാക്കിയത്. അന്നും ഈ പ്രശ്നം ജനങ്ങൾ ഉന്നയിച്ചതാണ്. ആ ഉന്നയിച്ച പ്രശ്നത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ല. ഈ പദ്ധതി നടപ്പാക്കിയേ മതിയാവൂ എന്നാണ് MP അന്ന് സ്വീകരിച്ച നിലപാട്. ഇപ്പൊ ഗവൺമെന്റും അതേ നിലപാട് സ്വീകരിക്കുന്നുണ്ട് എന്ന ആക്ഷേപമുണ്ട്. അത് ശരിയല്ല. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. വലതുപക്ഷത്തിന്റെ സമീപനം തുടരലല്ല ഇടതുപക്ഷത്തിന്റെ സമീപനം. അത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് അല്ല. പക്ഷേ IOC സംബന്ധിച്ച് ഇനിയിപ്പോ ആ പദ്ധതി ഉപേക്ഷിക്കാൻ കഴിയുമോ ശ്രീ രാജു? അതിന് സാങ്കേതികത്വം പരിശോധിക്കപ്പെടുന്നു. ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് ആപത്തായി വരുന്നു.
ഒരു നാടിനാപത്തായി വരുന്നു എന്ന് പറയുന്ന സാഹചര്യം മനുഷ്യന്റെ ഇവിടെ IOC ഇറക്കിയിട്ടൊരു ഗൈഡ് ലൈൻ ഉണ്ട്. ഞാൻ അജയ് ഘോഷ് പറയുന്നത് ആ ഗൈഡ് ലൈനിൽ എന്താ, അവിടെ പുക കണ്ടാൽ ജനങ്ങൾ ചാടി പുറത്തിറങ്ങണം, കുട്ടികളെ കൊണ്ട് മണ്ണുവാരി മുകളിലേക്ക് എറിയണം, എങ്ങോട്ടാണോ കാറ്റിന്റെ ഗതി ആ ഗതി അനുസരിച്ച് ഓടി രക്ഷപ്പെട്ടോളാം എന്ന് അവരുടെ ഗൈഡ് ലൈനിൽ പറയുന്നുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും ആപത്തുണ്ടാകാലോ. അല്ല, അത് പക്ഷേ ഇത്തരത്തിലുള്ള ഏത് പദ്ധതി വന്നാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ? ശ്രീ അനിൽകുമാർ, ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. ശരിയാണ്, കോടതി ഉത്തരവുണ്ട്, അല്ലെങ്കിൽ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ട് എന്ന് കരുതി ജനങ്ങളെ അടിച്ചമർത്തി ജനങ്ങളെ മുഴുവൻ അടിച്ച് ആശുപത്രിയിലാക്കി അവിടെ ഒരു പദ്ധതി നടപ്പാക്കാമെന്ന് കരുതിയാൽ അത് സാധിക്കുമോ? രാഷ്ട്രീയമായി അതിന് കൊടുക്കേണ്ട വില എത്ര വലുതാണെന്ന് പശ്ചിമ ബംഗാളിൽ നിന്നും പഠിച്ചിട്ടില്ലേ നിങ്ങൾ? പക്ഷേ പശ്ചിമ ബംഗാളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നത്. അതാ പറഞ്ഞത്, ഞങ്ങളിപ്പോൾ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ ശരിയാണ്, എല്ലാവരുടെയും പ്രാദേശിക പ്രവർത്തകർ പലരും ഈ സമരരംഗത്ത് സജീവമായിട്ടുണ്ട്. അഭിലാഷ്, എനിക്ക് സമയം തന്നെ, കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ വന്നു. ശ്രീ ഹരീഷ് വാസവൻ പറഞ്ഞു കേട്ടില്ല എന്താ സംഭവം? നമ്മുടെ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ മുമ്പാകെ വരുന്ന ഇവരുടെ അടുത്ത കേസിൻ്റെ പ്രധാനപ്പെട്ട വാദഗതി എന്ന് പറയുന്നത്, ഞാൻ ഈ ചർച്ചകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം, ഇവർ പറഞ്ഞൊരു കാര്യം, നേരത്തെ തന്നെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മുമ്പാകെ കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റിൻ്റെ ഒരു നിബന്ധനയുണ്ട്, 200 മീറ്റർ വലിച്ച് ഹൈ ടൈഡ് ലൈനിൽ നിന്ന് ചെയ്യുള്ളൂ എന്ന്. ഇപ്പോൾ അവർ പറയുന്നത് അവിടെ ടൈഡൽ എഫക്ട്സ് കൊണ്ട് ഒരുപാട് മാറ്റം വരുന്നൊരു സ്ഥലമാണ് ആ ഷോർ. ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഈ കടലിനെ കുറിച്ചും ഈ സ്ഥലത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. അപ്പോൾ ടൈഡൽ എഫക്റ്റ് വന്നപ്പോൾ ഈ സ്ഥലത്തിന് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 300 മീറ്റർ വീതി മാത്രമാണ് ഈ ഹൈടൈഡ് ലൈനിൽ നിന്ന് ഇവരുടെ ഈ മറ്റേ കോമ്പൗണ്ട് വാളിനുള്ളൂ. അതുകൊണ്ട് പിന്നെ അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താനുള്ള സ്ഥലം ഇവർക്കില്ല എന്നതാണ് വാദഗതി. അഭിലാഷം, ഞാൻ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇതെവിടെ ഡിസൈഡ് ചെയ്യപ്പെടേണ്ടത്? ഏറ്റവും അവസാനമായി ഇപ്പോൾ ഡിസിഷൻ വരേണ്ടത് ഇപ്പോൾ അവർ കൊടുത്തിട്ടുള്ള ഹർജിയുടെ അടിസ്ഥാനത്തിൽ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഒരു വിധി പറയട്ടെ. ജൂലൈ ആദ്യമല്ലേ, അധികം ദിവസമില്ലല്ലോ. അതുവരെ ഒരു ഗവൺമെന്റ് എന്ത് ചെയ്യും? നിങ്ങൾ പറയുന്നു ഹൈക്കോടതിയിലെ ഒരു കേസ്. പ്ലീസ് ഒരു മിനിറ്റ്, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. പറഞ്ഞ രണ്ട് കാര്യം. ട്രിബ്യൂണലിന്റെ വിധി വരുന്നത് വരെ അവിടെ പ്ലാന്റിൽ തൊഴിലാളികൾ ചെന്ന് നിർമ്മാണ പ്രവർത്തനം എടുക്കാൻ പാടില്ല എന്ന ആളുകളുടെ ആവശ്യം ന്യായമാണ്. അതാ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഈ പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? IOCക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് കാരണം ഞങ്ങൾ ഈ എല്ലാ രേഖകളും ഇവരെല്ലാം പറഞ്ഞതിൽ നിന്ന് അഭിലാഷ് ക്ലിയർ അല്ലേ? ഞങ്ങളുടെ കയ്യിൽ എല്ലാ രേഖകളുമുള്ള നിയമാനുസൃതം നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അവർ വാങ്ങിയിട്ടുള്ള പോലീസ് പ്രൊട്ടക്ഷൻ, ആ പോലീസ് പ്രൊട്ടക്ഷൻ്റെ വിധി പോലീസ് നടപ്പിലാക്കാതിരിക്കാൻ പറ്റുന്ന അഭിലാഷ് തോന്നുന്നുണ്ടോ? ഇപ്പോൾ മുത്തൂറ്റ് സമരം നടന്നു, ഞങ്ങൾ പൂർണ്ണമായി പിന്തുണച്ച മുത്തൂറ്റ് സമരമാണ്. പോലീസ് എങ്ങനെ ആ സമരത്തിൽ ഞങ്ങൾ അവിടെ അതുമായി ബന്ധപ്പെട്ട സമരത്തിന് ചെന്നപ്പോൾ പോലീസിന്റെ സമീപനം ജനങ്ങളെ അടിച്ചമർത്തുക എന്നുള്ളതിന് അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പൂർത്തീകരിക്കട്ടെ ഒരു നിമിഷം. ഞാൻ അതിനൊരു ക്ഷമാഭിലാഷം കാണിക്കും. ഞാൻ പറയുന്നത്, ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടാണ് ഒരു ഉത്തരവ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായും അതിലെതിർ വാദം പറഞ്ഞ് ഇവർക്ക് സ്വാഭാവികമായി ഹൈക്കോടതിയെ സമീപിക്കാമല്ലോ. ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഈ ഉത്തരവ് മാറ്റാമല്ലോ. ഇന്നലെ ഒരു ചർച്ചയിൽ ഒരാൾ പറഞ്ഞെന്താന്ന് പറയും, ഞാൻ പറഞ്ഞു ഇതൊന്നും ഞങ്ങൾ പൊതുപ്രവർത്തകർക്ക് എടുക്കാൻ കഴിയുന്ന ന്യായങ്ങളല്ല. പറഞ്ഞൊരു അഭിപ്രായം ആ ജഡ്ജിയെ കുറിച്ചാണ്. ആ ജഡ്ജിയുടെ അടുത്ത് ഞങ്ങൾ ഇനി ചെല്ലില്ല, കാരണം ജഡ്ജി പാർശ്വം ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും, ഒരു സമീപനം സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ അഭിലാഷ്, ഞാൻ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റിന് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിലെല്ലാം പരിമിതിയുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് അല്ല. സംസ്ഥാന ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ സഖാവ് രാജു പറഞ്ഞ പോലെ, രാജുചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് തീരുമാനിക്കാം. ഇത് വളരെ ക്ലിയറായി 2009 UPA സർക്കാർ കൊണ്ടുവന്നൊരു പ്രോജക്റ്റ്. ഇത്രയും കൊല്ലം കഴിഞ്ഞു, അവിടെ സമരം ഉണ്ടായിട്ടുണ്ട്. 1000 ചില്ലാൻ കോടി രൂപയുടെ പ്രോജക്റ്റ്. ഒരു നിമിഷം അഭിലാഷേ, ഇവിടെ അപകടത്തെ പറ്റി പറയുന്നില്ലേ? നമുക്ക് വൈപ്പിൻ നിവാസികളുടെ ആശങ്കയുണ്ട്. ഇന്നലെ പോലും ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ ബുള്ളറ്റ് ടാങ്കറുമായി ബന്ധപ്പെട്ട്? ആ ബുള്ളറ്റ് ടാങ്കറുകളുടെ വരവ് നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്ന് പറയുന്ന ഒരു പദ്ധതി, ആ സന്ദർഭത്തിൽ എല്ലാ മാധ്യമങ്ങളും എല്ലാവരും ചേർന്ന് പറഞ്ഞ ഒരു പദ്ധതി. പിന്നെ ജനവാസ കേന്ദ്രത്തെ പറ്റി പറയുന്നില്ലേ? നമ്മുടെ ഈ പറയുന്ന LNG ടെർമിനൽ എവിടെയാണ്? ഇവിടെ തന്നെയല്ലേ, പുതുവൈപ്പിലല്ലേ? ഇനി ഭാരത് പെട്രോളിയം ഞാൻ മനസ്സിലാക്കുന്നത് IOCയുമായി ചേർന്നിട്ട് ഈ പറയുന്ന കടലിൽ വരുന്ന വലിയ മദർഷിപ്പിൽ നിന്ന് വരാൻ പോകുന്ന ഈ ഓയിൽ അവർ നേരിട്ട് റിഫൈനറി കൊണ്ടുപോയി, റിഫൈനറി BPCL നിന്നാണ് അവർ IOCയിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, ഉദയംപേരൂർ IOC പ്ലാന്റ് ഇരിക്കുന്നത് ജനവാസ കേന്ദ്രത്തിലല്ല, IOCയുടെ LPGയുടെ ബോട്ട്ലിംഗ് പ്ലാന്റ് ഇരിക്കുന്നത്. അപ്പോൾ അഭിലാഷ്, ഇത് മുഴുവൻ മനസ്സിലാക്കണം. സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും, പക്ഷെ അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. ആ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് സമ്മതിച്ചു. ഞാൻ ഈ കാര്യത്തിൽ തർക്കിക്കുന്നില്ല. പക്ഷേ ഒരു സമരം നടക്കുകയാണ്, ഒരു നാട്ടിലെ ജനങ്ങൾ
കൊച്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം അങ്ങേയറ്റം വൈകാരികമായി തെരുവിലിറങ്ങുന്ന, അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് അവരുടെ അതിജീവന സമരം നടത്തുമ്പോൾ പക്ഷേ ഈ ന്യായങ്ങൾ പറഞ്ഞു നിൽക്കാനാകില്ലല്ലോ. ഇവിടെ പ്രശ്നം എന്താ? NGTയിൽ അടുത്ത തവണ കേസ് വരുന്നത് വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം. അതിന്റെ സാങ്കേതികത്വം പറയുന്നതിനപ്പുറത്ത് ഈ IOCക്ക് ഇപ്പോൾ നിർത്തിവെച്ചല്ലോ, അതുപോലെ നിർത്തിവെക്കാമായിരുന്നു. അഭിലാഷം മനസ്സിലാക്കൂ. ഞാൻ പറയട്ടെ LP ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണം എന്ന് ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം സംസാരിക്കുമല്ലോ. LP ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കണം എന്ന് ജില്ലാ കളക്ടർ ഒരു അഭ്യർത്ഥന നടത്തിയാലും ഇപ്പോൾ ഒരു കേട്ടു. അപ്പം ഞാൻ പറയുന്നത് IOC ഇപ്പം നിങ്ങൾ പറഞ്ഞില്ല, ഇപ്പോൾ രാജചേട്ടൻ ഇന്നലെയും ഈ ചർച്ചയിൽ പറഞ്ഞു, ഒരു ഈ പറയുന്ന ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ഒരു കാര്യം കടലിലേക്ക് ഓടേണ്ടി വരും. ഇത് 2 ദിവസമായിട്ട് കേൾക്കണം. ഞാൻ ഇന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്തു. അപ്പോൾ എന്താ പെട്രോനെറ്റുകാർ അവിടെ കൊടുത്ത ഒരു പ്രസിദ്ധീകരണമാണ്. IOCക്ക് ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന കാര്യത്തിൽ, അവരെ വിശ്വാസത്തിലെടുത്ത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിലെല്ലാം അവർക്ക് വീഴ്ചകളുണ്ടായിട്ടുണ്ട്. ശരി, പക്ഷേ അത് ശരി. ശ്രീ ജയഘോഷ് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ തികച്ചും വസ്തുതാവിരുദ്ധമാണ്. കാര്യം ലോറി ഒഴിവാക്കാനുള്ള ഒരു പദ്ധതിയല്ല ഇത്. അതായത് ഇന്ത്യയിലെ പരിസ്ഥിതി വിജ്ഞാപനം അനുസരിച്ച് 2006 സെപ്റ്റംബർ 14 പരിസ്ഥിതി വിജ്ഞാപനം അനുസരിച്ച് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി. അത് EAO പഠനത്തിൻ്റെ ഭാഗമാണ്. അത് പബ്ലിക് ഹിയറിങ്ങിന് വെച്ചിട്ട് മറ്റ് ജനങ്ങൾക്ക് കാണാനുമൊക്കെ വെച്ചിട്ടാണ് പബ്ലിക് ഹിയറിങ് നടത്തുന്നത്. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് IOC പറഞ്ഞിരിക്കുന്നത് ഇത് 128 ലോറികൾ നിറച്ച് വൈപ്പിനിൽ നിന്ന് മറ്റ് സൗത്ത് വെസ്റ്റേൺ തമിഴ്നാടിൻ്റെ 7 കേന്ദ്രങ്ങളിലേക്കും IOCയുടെ കേരളത്തിലുള്ള 3 ഫില്ലിംഗ് പ്ലാന്റുകളിലേക്കും പോകുന്ന ഒരു പ്രൊജക്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് പിന്നീട് ഈ 128 ലോറി എന്നുള്ളത് പബ്ലിക് ഹിയറിങ്ങിൻ്റെ സമയത്ത് അവർ 250 ആക്കുകയും പിന്നീട് കത്തുകളിലൂടെ 500 ലോറി ഒരു ദിവസം പുറപ്പെടുന്ന രീതിയിൽ അനുവാദം വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത് രേഖാമൂലമുള്ള കാര്യമാണ്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് മംഗലാപുരത്തുള്ള ലോറി ലോബിയാണ് ഈ സമരത്തിന് പിന്നിൽ എന്നുള്ള IOC ആരോപിക്കുന്നത്. ഇത് രേഖാമൂലം ഇവിടെ ആർക്കും ലഭ്യമാണ്, എൻ്റെ കയ്യിലുണ്ട് ആ പ്രൊജക്ട് റിപ്പോർട്ട്. അപ്പോൾ അത് വായിച്ചു നോക്കാതെ ഇത്തരത്തിലുള്ള ചർച്ചയിലാണ് ഇത്തരം തെറ്റായ IOCയുടെ വാദങ്ങൾ പറയുന്നത്. ഞാൻ പറയട്ടെ പ്ലീസ്. അപ്പോൾ അതിൽ തന്നെ അവരെ ഒരു പ്രൊജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ജസ്റ്റിഫിക്കേഷൻ എന്നൊരു പേജുണ്ട് ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ, ആ EIA റിപ്പോർട്ടിൽ. അതെന്താ പറയുന്നത്? അന്നത്തെ 2009 കേരളത്തിലെ, അതായത് BPCLൻ്റെ ഉൽപ്പാദനം, കൊച്ചി റിഫൈനറിയുടെ ഉൽപ്പാദനം 4,85,000 ടൺ മാത്രമായിരുന്നു പെർ ആനം. അപ്പോൾ അത് തികയാതെ വരുന്നു. അപ്പോൾ അതിൻ്റെ ആ കുറവ് നികത്താൻ മംഗലാപുരത്ത് നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. ആ കുറവ് ലോറി ട്രാൻസ്പോർട്ട് വേണമായിരുന്നു. അപ്പോൾ അത് കൊച്ചിയിൽ ഇമ്പോർട്ട് ചെയ്യാം എന്നാണ് അന്ന് തീരുമാനിച്ചത്. ഇതാണ് ജസ്റ്റിഫിക്കേഷൻ. പക്ഷേ ഇന്ന് സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. ഇന്ന് കൊച്ചി റിഫൈനറിയിൽ വലിയ എക്സ്പാൻഷൻ നടന്നപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി 1,17,00,000 ടണ്ണായിട്ട് ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഇന്ന് ജസ്റ്റിഫിക്കേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ശരി, അങ്ങനത്തെ ഒരു പ്രൊജക്റ്റാണ്. അതാണ് താങ്കളുടെ പോയിന്റ്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ പദ്ധതി ആയാലും ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ പദ്ധതി ആയാലും ദേശീയപാത വികസനമായാലും സർക്കാരുകൾക്ക് അത് നടപ്പാക്കണമെങ്കിൽ വലിയ ജനരോഷം നേരിടേണ്ടതുണ്ട്. ഒന്നുകിൽ ജനങ്ങളെ ഒഴിപ്പിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കേണ്ട അവസ്ഥ. ഇവിടെ ഈ ഒരൊറ്റ സംഭവത്തിൽ 3 തവണ പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ചു. മറ്റു പദ്ധതികളുടെ കാര്യത്തിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടുതൽ തവണ പ്രയോഗിക്കേണ്ടി വന്നേക്കും. അങ്ങനെ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വെല്ലുവിളിയുണ്ട്. സർക്കാർ പോലീസിനെ ഉപയോഗിക്കുകയാണ് പ്രതിപക്ഷത്തിന് നല്ലത്, കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അധികാരത്തിൽ വരാനുള്ള വലിയ സാധ്യത സർക്കാർ ഇങ്ങനെ ജനവിരുദ്ധമായി ജനങ്ങളെ അടിച്ചമർത്തുന്നു എന്ന നില വരുന്നതാണ്. പക്ഷേ അതേസമയം തന്നെ പദ്ധതികളുടെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. അത് വലിയ പ്രശ്നത്തിലാണ്, കാലാകാലങ്ങളായുള്ള പ്രശ്നവുമാണ്. സർക്കാരിന് മുൻപിൽ എന്താണ് ചെയ്യാനുള്ളത് താങ്കളുടെ കാഴ്ചപ്പാട്? അല്ല, സർക്കാർ ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ UDFൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു 5 വർഷം, അന്നവിടെ സമരം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ വന്ന് പെട്ടത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ തീവ്രവാദ സംഘടന ഉണ്ടെന്നൊക്കെ ഗവൺമെൻറ് അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ട്, അവർ പിടിക്കണം. എൻ്റെ അഭിപ്രായം അതാണ്. ഇപ്പോൾ ഈ SP പറഞ്ഞല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ SP ചെയ്യേണ്ടതെന്നാണ്, ആരവിടെ പുറത്ത് താമസിക്കുന്നവരെ പിടിക്കണ്ടേ, അതവർ ചെയ്യട്ടെ. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്തോ, അതായത് ഇന്നലെ മുതൽ ഞാൻ പോലീസ് കസ്റ്റഡിയിലായിരുന്നു. ഇന്ന് വൈകുന്നേരം മാത്രമാണ് എന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ട് അവിടെ വെച്ച് എന്നെ റിലീസ് ചെയ്തത്. അപ്പോൾ പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന ഒരാൾ തീവ്രവാദിയാണെങ്കിൽ എന്നെ അങ്ങനെ വിടുമോ? ഒരു ബെയിലബിൾ ഒഫൻസുകൾ മാത്രം ചാർജ് ചെയ്തിട്ട് അങ്ങനെ വിടുമോ?
അപ്പോൾ ഇത് എന്ത് അർത്ഥമില്ലാത്ത വാദഗതിയിലാണ് SP. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് തന്നെയാണ് എന്നെ ഇന്നലെ മുതൽ കസ്റ്റഡിയിൽ വെച്ചത്. കളമശ്ശേരി എയർ ക്യാമ്പിലും രണ്ട് പ്രാവശ്യം. അങ്ങനെ ഒരു അലിഗേഷൻ വെക്കുമ്പോഴേക്കും ഗവൺമെൻറ് ബാധ്യത ഉണ്ട്. അങ്ങനെ അവിടെ ആരെങ്കിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കണം. പിന്നെ പുതുവയ്പ്പുകാരല്ലാത്ത ആരെങ്കിലും സമരത്തിൽ അതും നോക്കണ്ടേ. ഇപ്പം ഞങ്ങളൊക്കെ ഞങ്ങൾ പോയി ഇങ്ങോട്ട് പോരും. പക്ഷേ പുതുവയ്പ്പുകാരല്ലാത്ത ആരെങ്കിലും അവിടെ സ്ഥിരതാമസം ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ചുമതല ഗവൺമെൻറ്റാണ്. സ്വാഭാവികമായിട്ട് SP അത് പറഞ്ഞെങ്കിൽ അദ്ദേഹം ഉത്തരവാദിത്തമാണത്. രണ്ടാമത്തെ സംഗതി ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് പല പ്രോജക്റ്റുകൾക്ക് എതിർപ്പ് വരാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും സംസാരിക്കും, അങ്ങനെ തീരും, കുറേ അവരുമായിട്ട് ബന്ധപ്പെടും. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ പറ്റിയത് ഇപ്പോൾ IOC എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. വരാൻ പോകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലുള്ള നമുക്ക് ബേസിക്കായിട്ട് ചിന്തിക്കേണ്ട കാര്യത്തിലേക്ക് വരുവാണ്. ഇപ്പോഴേ ഇങ്ങനെയുള്ള പദ്ധതികൾ നമുക്ക് ആവശ്യമുണ്ടോ? നമുക്ക് LPG വേണം, വീട്ടിലേക്ക് ഗ്യാസ് വേണം, എല്ലാം വേണം. പക്ഷേ അത് ഈ കേരളം പോലെ ഇത്രയും ജനസാന്ദ്ര സ്ഥലത്ത് പറ്റുമോ എന്നുള്ളത് ഒരു ബേസിക് ക്വസ്റ്റ്യനാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതികരിക്കണം. അതുമായിട്ട് ഞങ്ങൾ മാത്രമല്ലല്ലോ, എല്ലാ പാർട്ടിയും കൂടെ ഒരുമിച്ച് ആലോചിക്കണം. ഇങ്ങനെയുള്ള പദ്ധതി നമുക്ക് വേണോ, വേണ്ടെങ്കിൽ ഒരുമിച്ച് വരണം, വേണ്ടാന്ന്. അല്ല, പക്ഷെ അതിൻ്റെ ഒരു പ്രായോഗികതയിൽ എനിക്ക് സംശയമുണ്ട്. നമ്മൾ ഗ്യാസ് ബുക്ക് ചെയ്ത് വരാൻ 2 ദിവസം ആയി കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ചെയ്യുന്ന ആളുകളാണ്. പൈപ്പ് ലൈൻ വഴി ഗ്യാസ് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിക്ക് എതിർപ്പാണ്, ലോറി വഴി കൊണ്ടുപോകുന്നതിന് എതിർപ്പാണ്, ബോട്ട്ലിംഗ് പ്ലാന്റുകൾക്ക് എതിർപ്പാണ്. അപ്പോൾ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇക്കാര്യത്തിലൊരു സമവായം ഉണ്ടാക്കണം എന്ന് പറയാം. എന്ത് സമവായം? ഞാനീ പറയുന്നത് ഇത് ജനങ്ങൾ തന്നെ തീരുമാനിക്കണ്ടേ. ഇപ്പോഴും ഉദാഹരണം ഞാൻ പറയാമല്ലോ, ഇപ്പം ഇദ്ദേഹം കൗൺസിലറായ ആളാണ്. ഒരു 5 ദിവസം ബുക്ക് ചെയ്ത് ബോട്ടിൽ വിളിക്കുമായിരുന്നില്ലേ, എനിക്ക് എൻ്റെ ഗ്യാസ് കിട്ടിയില്ല. എല്ലാവരുടെ സ്ഥിതി തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ജനങ്ങളിത് ബോധവൽക്കരിക്കട്ടെ അതിനകത്ത്. പിന്നെ ഈ ഘോഷ് പറയുന്നവരെയും അവിടെ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അവരുടെ വിഷമം കൊണ്ട് ഇപ്പോൾ ഈ സമരത്തെ 120 ദിവസം അല്ലേ ഇപ്പോഴത്തെ സമരം, ഫെബ്രുവരി 14 തുടങ്ങിയ സമരമാണ്. പക്ഷെ അവിടെ ആ സമരം വന്നപ്പോഴും അവിടെ പോയിട്ട് ഒരു എഫക്റ്റീവായിട്ട് ഇടപെടാൻ അതിൻ്റെ അകത്ത്. ഇപ്പോൾ ഇവർ പറയുന്ന ആർഗ്യുമെൻറ്റ്സ് അല്ല IOC കൊണ്ട് ചെയ്യേണ്ടത്. എന്താണ്, IOC കുറേ കൂടെ ഡീപ്പായിട്ട് അവിടെ പോകേണ്ടിയിരുന്നു. IOCക്ക് വിളിച്ചു കൂട്ടാമായിരുന്നു, ഇവിടെ പറയാമായിരുന്നു. അങ്ങനെ വല്ലപ്പോഴും ചെയ്യാറില്ലേ. പിന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലി എന്താ, അവർ ഡിസാസ്റ്റർ ഉണ്ടായാൽ ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറയും, അതിൻ്റെ ഡെപ്പോസിൽ കാണിക്കും. അപ്പോൾ അതൊന്നും നടപ്പാകണമെന്നില്ലല്ലോ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ എക്സ്പ്ലോഷൻ വരാമെന്ന് വന്നല്ലേ നമ്മുടെ LPG ഗ്യാസ് എന്ന് പറയുന്നത്. നമ്മൾ വീട്ടിൽ വെച്ചിട്ടിരിക്കുകയല്ലേ, ഒരു മുറി കിടന്നുറങ്ങി ഗ്യാസ് എത്ര വീടുകളുണ്ട്. അപ്പോൾ അപകടം എപ്പോഴും ഉണ്ടാകാം. പക്ഷെ അത് ജനങ്ങൾക്ക് അതിൻ്റെ അകത്ത് എങ്ങനെയോ വന്ന് കയറി ഇത് എന്തോ ഒരു വലിയ വോൾക്കാനെയാണെന്ന് ഫീലിംഗ്. ഞാൻ പോയി സംസാരിച്ചപ്പോഴാണ് സ്ത്രീകൾ പറഞ്ഞു, സാർ ഇത് ഞങ്ങളെ കൊണ്ടേ പോവുള്ളൂ. ആ ഫീലിംഗ് അവിടെ രൂഢമൂലമായിരിക്കുന്നു. അത് ആ വലിയ ആശങ്ക അത് ദൂരീകരിക്കാൻ അത് ഏറ്റവും ചെയ്യാൻ കഴിയുന്ന IOCക്ക് തന്നെയാണ്. തീർച്ചയായും അതുകൊണ്ടാണ് ജനങ്ങൾ. ഒറ്റ കാര്യം കൂടി ഇതിലേ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ കാര്യം കറക്റ്റാണ്. നമുക്ക് കേരളത്തിന് ആവശ്യമുള്ള നമ്മുടെ ദേശീയപാതയിൽ നമ്മളൊരു കാര്യം ഒരു സമീപനം എടുത്തല്ലോ, അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചു. ഞാൻ പറയുന്ന ശ്രീ ഡൊമിനിക് പ്രസന്റേഷനോട് ഞാൻ വിയോജിക്കുന്ന ഒരു വിയോജിപ്പല്ല. അദ്ദേഹം ഈ പദ്ധതിയെ സംബന്ധിച്ചായിരിക്കണം എന്നില്ല, ഇപ്പോൾ ഈ പദ്ധതിയെ സംബന്ധിച്ചായിരിക്കണം എന്നില്ല പറഞ്ഞത്. ഒരു പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ കാര്യത്തിൽ കൺസെൻസസ് വേണം. ഇത് ശരിയല്ലേ? ഇത് 2009 തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. രണ്ടാമത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഞാൻ അദ്ദേഹം വളരെ മാന്യമായൊരു സമീപനം തന്നെ ഈ ചർച്ചയിലും പ്രകടിപ്പിച്ചിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം പറയുന്നൊരു പോയിന്റ് ഞാൻ ആൻസർ ചെയ്യാതെ വിടാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞല്ലേ, ഈ പോലീസ് ഇങ്ങനെ പ്രകടിപ്പിക്കുന്ന ശൗര്യത്തിൻ്റെ പിന്നിൽ ആരാണെന്ന് അനിൽ ശരിക്കും നിങ്ങൾ അതാണ് ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, ഈ അദ്ദേഹത്തിന് തന്നെ അറിയാം, പച്ചാളം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ സമരം വന്ന് ഈ എറണാകുളത്ത് തന്നെ ഞങ്ങളെല്ലാം കൗൺസിലിൽ എതിർത്തു, ഒരു ചർച്ചയും നടന്നില്ല. അവിടെ പോലീസിൻ്റെ ശക്തമായ ആക്ഷൻ വന്നു. ഞങ്ങൾ ആ പോലീസ് ആക്ഷൻ ക്രൂരമായ പോലീസ് ആക്ഷൻ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ആ സമയത്ത് സത്യത്തിൽ അന്ന് ഞാൻ പറയുകയാണ് ശ്രീ ഡൊമിനിക് പ്രസിഡന്റ്, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് 2 അഭിപ്രായം വന്നു. ചിലർ പറഞ്ഞു അവിടെ പോകണം, അവിടെ ഇടപെടണം. ഞങ്ങൾ കുറച്ച് പേരുടെ അഭിപ്രായം വേണ്ട, കാരണം അന്ന് ആ സമരം കൈകാര്യം ചെയ്യുന്ന ആളുകൾ അത് പിന്നെ എരുതിയിൽ എണ്ണൊഴിക്കുന്ന സ്ഥിതിയിലേക്ക് പോകും എന്ന് ഒരു ആശങ്കയുണ്ടായി. അപ്പോൾ പോലീസ് ചില സമയത്ത് ചില സമരരംഗത്ത് തുടരുന്നൊരു സമീപനമുണ്ട്. അതിനെ ഞങ്ങൾ പൊതുപ്രവർത്തകർ പൊതുവിലായി അത്തരം ഒരു സമീപനം ഒരു കാരണവശാലും പോലീസ് എടുക്കരുത് എന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം അതാണ്. അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്, വീണ്ടും ഈ സമരസമിതിയുടെ ആളുകളോട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾക്ക് വീണ്ടും ഇവരോട് അഭ്യർത്ഥിക്കാനുള്ളൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ ചർച്ചയെ നിങ്ങൾ വളരെ പോസിറ്റീവായി തന്നെ എടുക്കണം. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സമീപനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ IOCയും നിങ്ങൾ തമ്മിൽ ആയി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള തർക്കത്തിൽ കോടതിയുടെ വിധിന്യായങ്ങളും ഇതെല്ലാം നോക്കിക്കൊണ്ടുള്ളൊരു സമീപനം തന്നെയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതാണ് ശരി. ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ ഹരീഷ് വാസുദേവൻ, ഇവിടെ ആ ജനത അങ്ങേയറ്റം ഭയപ്പാടിലാണ്. അവർ വലിയൊരു ദുരന്തത്തിൻ്റെ മുനമ്പിലാണ് ഞങ്ങൾ എന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് എല്ലാം മറന്നുകൊണ്ട്
എല്ലാ ആളുകളും സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ സമരരംഗത്തേക്ക് ഇറങ്ങുന്ന ആളുകളെ സർക്കാരിന് എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഈ പ്രശ്നത്തിലൊരു സമവായം ഉണ്ടാക്കുക? അഭിലാഷ്, ഈ ചർച്ചയിൽ ഒരുപാട് സമയമെടുത്ത് ശ്രീ അനിൽകുമാർ പറഞ്ഞ കുറെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ട്. അതിന് മറുപടി പറയാൻ ഒരു മിനിറ്റ്. തീർച്ചയായും. ഒന്ന്, ഹൈക്കോടതി ഇതിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നു, സർക്കാർ വളരെ നിസ്സഹായമാണ് എന്ന് പറയുന്നു. അത് ശരിയല്ല. ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ സർവേ നമ്പറിലെ രേഖകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടും മറ്റ് കോടതി വിധികൾക്ക് ബാധകമായുമാണ്. നമുക്കറിയാം, ഞാൻ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. ഒരുപാട് കേസുകളിൽ ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ എന്നത് ബ്ലാങ്കറ്റ് ആയി ആ പ്രോജക്റ്റിന് കിട്ടുന്ന ഗ്രീൻ സിഗ്നൽ അല്ല. എല്ലാ നിബന്ധനകളും പാലിക്കുന്ന പ്രവർത്തനത്തിന് മാത്രമേ പോലീസ് പ്രൊട്ടക്ഷൻ നൽകേണ്ട കാര്യമുള്ളൂ. രണ്ടാമത്, നൂറുകണക്കിന് കേസുകളിൽ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ ഈ കേസിൽ മാത്രം DGP നേരിട്ട് കത്തയക്കുന്നു ഈ പ്രോജക്റ്റിന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്ന്. ആ കത്ത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്താണ് IOC നാട്ടുകാരെ പോലും കക്ഷിയാക്കാതെ, ഞാൻ പഞ്ചായത്തിന് വേണ്ടി പേര് ചെയ്യുന്ന അഭിഭാഷകനാണ്, പഞ്ചായത്തിനെ കക്ഷിയാക്കാതെ അവിടുന്ന് ഓർഡർ വാങ്ങിക്കുന്നു പോലീസ് പ്രൊട്ടക്ഷൻ. DGPക്ക് എന്താണ് ഈ കാര്യത്തിൽ പ്രത്യേകമായ താല്പര്യം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എന്താണ് താല്പര്യം? മൂന്നാമത്തെ കാര്യം, ഗ്രീൻ ട്രൈബ്യൂണലിന്റെ നിലവിലുള്ള ഉത്തരവ് നടപ്പാക്കുന്നില്ല എന്നതാണ് ഞാൻ ആദ്യം മുതൽ പറയുന്ന പോയിന്റ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ കാര്യത്തിൽ പക്ഷപാതിത്വം കാണിക്കുക മാത്രമല്ല, ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് നടപ്പാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഈ കാര്യത്തിലുള്ള നയം അല്ലെങ്കിൽ നിലപാട് ഒട്ടും നിഷ്കളങ്കമല്ല എന്ന് പറയേണ്ടി വരും ഇതിന്റെ വസ്തുത പരിശോധിച്ചാൽ. ഇനി അഭിലാഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ആ പ്രോജക്റ്റ് അവിടെ വേണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കുന്നതിൽ അവിടുത്തെ പഞ്ചായത്തിനെ കൂടി, അവിടുത്തെ ആളുകളെ കൂടി പരിഗണിക്കേണ്ടതായിരുന്നു. ആ ഘട്ടങ്ങളിലൊന്നും, അത് ഈ കേസിൽ മാത്രമല്ല, നമ്മുടെ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ വരുമ്പോഴൊക്കെ ആ പഞ്ചായത്തിലെ പൊതുവികാരം പരിഗണിക്കുന്ന തരത്തിലുള്ള ഒരു കൺസൾട്ടേഷൻ പ്രോസസ്സും ഇവിടെ നടക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് നേരത്തെ പറഞ്ഞത്, ആളുകളുടെ കണ്ണിലും മൂക്കിലും പൊടിയടിച്ചു തുടങ്ങിയതിനു ശേഷം രാത്രി അവർക്ക് ശബ്ദം കൊണ്ട് കിടക്കാൻ വയ്യാത്തത് കൊണ്ട് രാത്രി എന്റെ വീട്ടിൽ വന്ന് കംപ്ലൈന്റ് ചെയ്യുകയുണ്ടായി. MP-യുടെ വീട്ടിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MLA-യുടെ വീട്ടിൽ രാത്രി പോയി. പല വാതിലുകൾ മുട്ടിയതിനു ശേഷം ആഴ്ചകൾക്ക് ശേഷം സമരം തുടങ്ങിയപ്പോഴാണ് രാത്രിയുള്ള നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചത്. ഈ നാട്ടിൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്ന പോലെ അവിടുത്തെ എല്ലാ പാർട്ടിക്കാരും ഈ സമരത്തിലുണ്ട്, പ്രാദേശിക നേതാക്കൾ. പക്ഷെ അതിന് മുകളിലുള്ള നേതൃത്വം ഇവരുടെ കണ്ണീര് കണ്ടില്ല ഇത്രയും കാലം എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ പോകുമ്പോൾ കേൾക്കുന്ന പ്രസംഗം കൂടി അഭിലാഷിനോട് ഞാൻ പറയാം. അവിടെ ഒരാൾ പ്രസംഗിക്കുകയാണ്, സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ വരെ സ്ത്രീകളോടാണ് പറയുന്നത്, നിങ്ങൾ ഇന്നലെ വരെ അനുഭവിച്ച പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം നിങ്ങളോട് ചെവിക്കൊണ്ടോ? നിങ്ങൾ ഇന്നലെ അവരുടെ രാത്രിയിൽ വാതിൽക്കൽ മുട്ടിയിട്ട് അവർ കേട്ടോ? ഇതേ ആളുകളോടല്ലേ നിങ്ങൾ വീണ്ടും ഇവിടെ ദുരന്തം ഉണ്ടാവും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദുരന്തം ഉണ്ടായാൽ അവരുടെ വാതിൽക്കൽ വേണ്ടേ മുട്ടാൻ? ഈ ചെവികളല്ലേ നിങ്ങളെ ഇനി ഈ ദുരന്തം ഉണ്ടായാലും കേൾക്കേണ്ടതെന്നാണ്. സ്വാഭാവികമായിട്ടും അവരൊരു അരക്ഷിതാവസ്ഥയിലാണ്. അവരുടെ സമരം ഇത്ര കാലമായിട്ടും ആരും വേണ്ടത്ര പരിഗണിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയ നേതൃത്വം ഈ വികാരം മനസ്സിലാക്കാൻ പരാജയപ്പെടുമ്പോൾ അവർക്കൊരു ദുരന്തം വന്നാൽ ആരും ഉണ്ടാവില്ല എന്ന് മറ്റനുഭവങ്ങൾ നമുക്കറിയാലോ. മൂലമ്പള്ളിയിൽ ഇതേ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും വാക്ക് വിശ്വസിച്ച് വീട് വിട്ടുകൊടുക്കുന്ന ആളുകൾ ഇന്ന് തെരുവിലാണ്. എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഈ ചർച്ചയിൽ നമുക്ക് പറയാമല്ലോ. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ നേതൃത്വം ആളുകളുടെ വിശ്വാസം ആർജിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, അത് പരാജയപ്പെടുമ്പോഴാണ് അവരുടെ ആശങ്കയും ഭീതിയും കൂടുന്നതും അതിലേക്ക് അനാവശ്യമായ ആശങ്ക ഉണ്ടെങ്കിൽ അത് കുത്തി ചേർക്കാൻ ആളുകൾ ഉണ്ടെങ്കിൽ അവർ വരുന്നതും. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെല്ലാം മാവോയിസ്റ്റുകളാണെന്ന് ചിത്രീകരിക്കുന്ന, ഇവരെ പേപ്പട്ടിയെ പോലെ തല്ലുന്ന പോലീസുകാരെ സർവീസിൽ വെച്ചുകൊണ്ട് അവർക്കെതിരെ കേസെടുക്കാതെ അവർക്കെതിരെ നിലപാട് പറയാതെ ഒരു സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തു നിൽക്കുന്ന ആളുകൾക്ക്, എന്നെ പോലെയുള്ളവർക്ക് അതൊരു നിഷ്പക്ഷ നിലപാടായി തോന്നാൻ കഴിയില്ല. സമമാവണമെങ്കിൽ, ഇപ്പൊ ഒരു ഗോളിലാണ് ഈ കളി നിൽക്കുന്നത്, നാട്ടുകാർ തല്ലുകൊണ്ടു. ഈ ഗോൾ സമമാവണമെങ്കിൽ പോലീസ് അതിന് മറുപടി പറഞ്ഞിരിക്കണം. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ ജയഘോഷ്, ഇവിടെ ഈ സമരം ഇപ്പോൾ, അതായത് നിങ്ങൾ ഫെബ്രുവരി മുതൽ ആരംഭിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ പ്രത്യക്ഷ സമര പരിപാടി ഒത്തുതീർപ്പാകണം എങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്? ഈ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെടുന്നുണ്ടോ? നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ സമരം നിർത്താൻ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒന്ന്, NGTയുടെ അന്തിമ വിധി വരുന്നതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുക, കമ്പനി അടച്ചിടുക. ഒന്ന്, അവിടെ വലിയ തോതിൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് അവിടുത്തെ ആ പ്രദേശത്തെ മുഴുവൻ ടെററൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അടുത്തുള്ള വീടുകളിലൊക്കെ കയറി പോലീസുകാർ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുക, അവരുടെ ബാത്റൂമൊക്കെ തുറന്ന് ഉപയോഗിക്കുകയാണ്. ആ രീതിയിൽ സ്ത്രീകളൊക്കെ വളരെ പേടിച്ച് വീട്ടമ്മമാരൊക്കെ വിഷമിച്ചിരിക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. അത് ആ പോലീസ് ഫോഴ്സിൻ്റെ ഇത്രയും വലിയ സാന്നിധ്യം അവിടെ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്നതിനാൽ അത്തരം പോലീസ് ഫോഴ്സ് കമ്പനി അടച്ചിടുകയാണെങ്കിൽ പിന്നെ ഈ വക ഫോഴ്സ് എന്തിനാ? ആ രീതിയിൽ അതിനെ പിൻവലിക്കുക. ജനങ്ങളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറുക. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ പ്രതിഷേധത്തിനെതിരെ ഉണ്ടായ ഏറ്റവും
നിജമായിട്ടുള്ള ആ ക്രൂരമായ മർദ്ദനങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമെതിരെ അതിനുത്തരവാദിയായ പോലീസുകാർക്ക് എതിരെ നടപടി സ്വീകരിക്കുക. അതുപോലെ തന്നെ സ്വകാര്യ സ്ഥലത്താണ് ഞങ്ങളുടെ സമരപ്പന്തൽ പണിതിരിക്കുന്നത്. അത് പൊളിച്ചു കളഞ്ഞ് അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടിരിക്കുക. അത്തരം വസ്തുവകകൾ തിരിച്ചു തരിക. ഈ രീതിയിൽ ഞങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കള്ളക്കേസുകൾ അത് പിൻവലിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിലടക്കം ഞങ്ങൾക്ക് ചികിത്സ കിട്ടാതെ, ഞങ്ങളുടെ ആളുകൾ അഡ്മിറ്റായിട്ട് ചികിത്സ കിട്ടാതെ, യാതൊരുവിധ പോലീസിലേക്ക് ഇൻറ്റിമേഷൻ പോലും ആശുപത്രിയിൽ നിന്ന് കൊടുക്കാതെ അത്രയ്ക്ക് സർക്കാർ എല്ലാ രംഗത്തും ഞങ്ങൾക്കെതിരായിട്ട് സ്വാധീനിക്കുകയാണ്. എല്ലാ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് മാറിയിട്ട് അവർക്ക് വേണ്ടത്ര ചികിത്സ ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ്. ശ്രീ അനിൽകുമാർ, വിഷയം എന്തായാലും ജനങ്ങളുടെ മുകളിൽ ഒരു പദ്ധതിയും അത് എത്ര വൻകിട പദ്ധതിയാണെങ്കിലും കെട്ടിപ്പടുക്കാനാകില്ല എന്ന പ്രാഥമികമായ ബോധ്യം ഏത് ഭരണകൂടത്തിനും ഉണ്ടാകണമല്ലോ. അങ്ങനെ ഇല്ലാതിരുന്ന ഭരണകൂടങ്ങളൊക്കെ തുടച്ചു നീക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചരിത്രം. അതുകൊണ്ട് ആ ബോധ്യം ഉൾക്കൊള്ളുകൊണ്ട് ജനങ്ങളെ തല്ലിച്ചതച്ച് ഒരു പദ്ധതിയും നടപ്പാക്കാനാകില്ല എന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കുമോ പിണറായി വിജയന്റെ സർക്കാർ പ്രവർത്തിക്കുക ഇനിയെങ്കിലും? അഭിലാഷ്, ഇതൊരു ഞാൻ വീണ്ടും പറയുന്നു, ഇതൊരിക്കലും ഈ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയല്ലല്ലോ. സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരു വാശിയും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാൻ താങ്കളുടെ ഇടപെട്ടപ്പോൾ ഞാൻ നിർത്തിയല്ലോ. ഞാൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മുഴുവൻ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിന്റെ മേലെ കെട്ടിവെക്കുന്നത് ശരിയല്ല. ഇവിടെ അദ്ദേഹം ചികിത്സയെ പറ്റി പറഞ്ഞില്ല. ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ സഹോദരി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകളോട് ചികിത്സ കിട്ടുന്നില്ല. ഞാൻ അല്ല, അവിടെ തന്നെ വന്ന കാര്യമുണ്ട്. കാരണം എല്ലാവരും അഡ്മിഷൻ പറഞ്ഞു. കാരണം പോലീസിന്റെ ആക്ഷൻ, പിന്നെ പോലീസിന്റെ ഒരു കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലരും അഡ്മിഷൻ പറയുന്നത്. അവിടെ ചില സമയത്ത് അവിടെ ബെഡില്ലാത്തതിന്റെ പ്രശ്നം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. ഞാനവിടെ നിൽക്കുമ്പോൾ അവിടെ സ്കാനിങ്ങിന് പൈസ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നിന്ന നിപ്പിൽ സഹോദരി രാജീവ് ഇടപെട്ടു. അവിടുത്തെ ഡോക്ടർ അവിടെ നിന്ന സമരക്കാരോട് എല്ലാവരും പറഞ്ഞു നിങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ എല്ലാ ചികിത്സയും ഫ്രീ ആണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയും, ഇവിടെ ശ്രീ ഹരീഷ് വാസുദേവൻ പറഞ്ഞു ഞാൻ ഒരുപാട് കാര്യം തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു കാര്യം, പോലീസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക എല്ലാം ചെയ്യാനുള്ളൊരു ഉത്തരവല്ല. അത് തീർച്ചയായിട്ടും തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഇവർ ചെയ്തത്. അത് ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനെ വളരെ ബഹുമാനപൂർവ്വം കാണുന്നതാണ്. അദ്ദേഹത്തിന്റെ എല്ലാ വാദഗതികളും കേൾക്കുന്നതാണ്. എത്ര കാലമായി പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്? ഇതിൽ സർവേ നമ്പർ തെറ്റാണെന്നുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തി അത്തരം ഒരു ഉത്തരവ് അത് മാറ്റിവാങ്ങാനുള്ള ഇടപെടൽ, അതിനുള്ള നിയമോപദേശമല്ലേ കൊടുക്കേണ്ടത്. ഞാനിവിടെ വന്ന വസ്തുക്കൾ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാ പറഞ്ഞത്. ഇതിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തെറ്റിദ്ധാരണ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ വസ്തുതകൾ മനസ്സിലാക്കിയാൽ ഇതും അനിൽകുമാറിന്റെ തെറ്റിദ്ധാരണ. ഈ പ്ലോട്ട് 15 ഹെക്ടറാണ്. ആ 15 ഹെക്ടർ 2 സർവേ നമ്പറുകളിലാണ് കിടക്കുന്നത്. രണ്ട് വില്ലേജുകളിൽ ഞാൻ പറയട്ടെ 2 വില്ലേജുകളിലായിട്ടാണ് ഈ പ്ലോട്ട് കിടക്കുന്നത്. അതിന് മറ്റൊരു വില്ലേജില, അതായത് എളങ്ങുന്നപ്പുഴ വില്ലേജില സർവേ നമ്പർ കൊടുത്തുകൊണ്ട് പ്രൊട്ടക്ഷൻ മേടിക്കുകയും അത് പുതുവൈപ്പ് വില്ലേജിൽ അത് നിർമ്മാണം നടത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തല്ലോ നിയമ സംവിധാനത്തെയും കോടതിയെയും. നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളുടെ ഡിലേ അത് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ അത് വന്നിട്ട് മാത്രം മതിയല്ലോ. ഞങ്ങൾ എതിർ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, അതിന് അന്തിമ വിധി വന്നിട്ട് നിങ്ങളുടെ ആവശ്യം തന്നെ നിങ്ങൾ വളരെ വ്യക്തമായി. നമുക്ക് ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. എന്തായാലും പോലീസിനെ ഉപയോഗിച്ച് ജനങ്ങളെ അടിച്ചമർത്തുക എന്നുള്ളത് ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ല. പദ്ധതി IOC-യുടേതാകട്ടെ പോലീസ് സർക്കാരിൻ്റെതാണല്ലോ. കോടതി ഉത്തരവ് എന്നുള്ളത് അത് ആർക്കും കിട്ടുന്ന ലൈസൻസുമല്ല. എന്തായാലും ഈ വിഷയത്തിൽ സമരസമിതി ചർച്ചയ്ക്ക് തയ്യാറാകട്ടെ. സർക്കാർ യുക്തമായ ഒരു പരിഹാരം കാണട്ടെ എന്ന് കരുതാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ അനിൽകുമാർ, ശ്രീ ജയഘോഷ്, ശ്രീ ഹരീഷ് വാസുദേവൻ, ശ്രീ പി രാജു. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.